Thank you, friends, for joining. Thank you for watching. ഇന്ന് പൊതുവായിട്ട് ചില ചോദ്യങ്ങൾക്കുള്ള മറുപടികളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അത് നമ്മുടെ ഫേസ്ബുക്കിലും യൂട്യൂബിലുമായിട്ട് ആളുകൾ ചോദിച്ചിരിക്കുന്ന ചില ചോദ്യങ്ങളാണ്. ഒന്ന്, ഇപ്പോൾ യൂട്യൂബിൽ ചോദിച്ചിരിക്കുന്ന ജോബിൻ ജെ ജോർജ് എന്ന ഒരു ഐഡിയ ആണ്. അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്, താങ്കളുടെ ലൈവുകളിൽ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുയേശു മുഖാന്തരമുള്ള രക്ഷ സാർവത്രികമാണ്. ആദമിൻ്റെ സന്തതിയായിട്ടുള്ള ആരും നശിച്ചു പോകുകയില്ല. ദൈവം ന്യൂനപക്ഷത്തിൻ്റെ ദൈവമല്ല, സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാൻ ഇച്ഛിക്കുന്ന ദൈവം. അത് സാധ്യമാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവം ദൈവമല്ല, സകല മനുഷ്യർക്കും സൂര്യപ്രകാശം കൊടുക്കുന്ന ദൈവം സകലർക്കും രക്ഷയും കൊടുക്കും എന്നൊക്കെയാണ്. അങ്ങനെയെങ്കിൽ ചോദ്യം ഇതാണ്, തൃത്വത്തിൽ ആരാധിച്ചാൽ എന്താണ്? വണ്ണസ് ആയാൽ എന്താണ്? യേശുനാമക്കാരനായാൽ എന്താണ്? കൊലപാതകം ചെയ്താൽ എന്താണ്? വ്യഭിചാരം ചെയ്താൽ എന്താണ്? പാപം എന്ന പദത്തിൽ ഉൾപ്പെട്ട എന്തായാലും എന്താ കുഴപ്പം? എന്തിന് കഷ്ടതകളും പ്രയാസങ്ങളും നിറഞ്ഞ ജീവിതം നയിക്കണം? രക്ഷ സാർവത്രികമല്ലേ? ഇതിന് മറുപടി പ്രതീക്ഷിക്കുന്നു. ഈ ചോദ്യം തന്നെ പല ആളുകളും ഫേസ്ബുക്കിൽ ഉയർത്തുന്നുണ്ട്. അപ്പോൾ ആ ചോദ്യം അഡ്രസ്സ് ചെയ്യേണ്ടത് ആവശ്യമാണ്. കാരണം ഞാൻ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും കേട്ടിട്ടുള്ളവർക്ക് ഇതിൽ സംശയമില്ല. ചില ഭാഗം കേട്ടവർക്കാണ് ഇങ്ങനെ സംശയം വരുന്നത്. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. ഈ ആരാധന എന്നുള്ളത് എന്തോ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി അർപ്പിക്കുന്നതാണ് എന്നുള്ള കോൺസെപ്റ്റിൽ നിന്നാണ് ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടാകുന്നത്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആരാധന ഒരു റിലേഷൻഷിപ്പാണ്. ആരാധന റിലേഷൻഷിപ്പിൻ്റെ ഒരു മാനിഫെസ്റ്റേഷനാണ്. ഒരു ദൈവമായിട്ടുള്ള ബന്ധത്തിൻ്റെ പ്രദർശനമാണ്. ഇപ്പം ദൈവമായിട്ടുള്ള പ്രോപ്പർ ബന്ധം ഇതൊരു നിയമാധിഷ്ഠിതമായ കാര്യമല്ല. ഞാൻ ആരോടും തൃത്വത്തിൽ ആരാധിക്കാൻ നിർബന്ധിച്ചിട്ടില്ല. ഇന്ന് വരെ നിങ്ങൾക്ക് എല്ലാ വീഡിയോയും നോക്കാം. തങ്ങൾ ത്രിയേക വിശ്വാസികളല്ലാതിരിക്കെ ത്രിയേകത്വത്തിൽ തങ്ങൾ വിശ്വസിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവർ യഥാർത്ഥത്തിൽ ത്രിയേക ദൈവത്തിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ അവർ ത്രിയേകത്വ ആരാധനയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ആ വൈരുദ്ധ്യത്തെ ചൂണ്ടിക്കാണിക്കുകയാണ് ഞാൻ ചെയ്തത്. അങ്ങനെ ഞാൻ പറഞ്ഞ യു ആർ നോട്ട് ട്രിനിറ്റേറിയൻസ്, അല്ലാതെ നിങ്ങളെല്ലാം തൃത്വത്തിൽ ആരാധിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാനിനി പറയത്തുമില്ല. ശരിയായ ദൈവത്തെ, ചർച്ചിൻ്റെ ഹിസ്റ്റോറിക് ഫെയ്ത്ത്, ഓതന്റിക് ആയിട്ടുള്ള വിശ്വാസം, അത് വെളിപ്പെട്ട് കിട്ടിയ ആളുകൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലാതെ ആളുകൾ അത് അവകാശപ്പെട്ടിട്ട് അർത്ഥമില്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പം അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്താലും അത് പ്രശ്നമല്ല. നിങ്ങൾക്ക് വണ്ണസ് ആയിട്ടോ ന്യൂനെസ് ആയിട്ടോ ടൂനെസ് ആയിട്ടോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം, ഞാൻ പറഞ്ഞില്ല. പിന്നെ ഞാൻ എന്തു ചെയ്താൽ എന്താണ് കുഴപ്പം? ഇപ്പം ഞാനത് കഴിഞ്ഞ ദിവസം പറഞ്ഞ, നിങ്ങൾക്ക് ഞാനൊരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി ഏറ്റവും മികച്ച ഒരു മൂർഖൻ പാമ്പിൻ്റെ ഫ്രൈ മേടിച്ച് തരികയാണ്. നിങ്ങൾ കൂടുതൽ ആളുകൾ കഴിക്കത്തില്ല. അത് വിലയില്ലാത്തതുകൊണ്ടാണോ? ലക്ഷക്കണക്കിന് ചൈനക്കാർ ഡിസൈർ ചെയ്യുന്നതാണ്, ഭയങ്കര വിലയുള്ളതാണ്. ഒരു ഫിഷ് ഫ്രൈ അല്ല, ഒരു 10-40 ഫിഷ് ഫ്രൈയേക്കാൾ വിലയുണ്ട് ഈ ഒരു സാധനത്തിന്. ഭയങ്കര വിലയാണ്. ഒറിജിനൽ സാധനത്തിനെ ഞാൻ ഫ്രൈ ചെയ്ത് മേടിച്ചു. അപ്പം അതെന്തുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, എന്തുകൊണ്ട് നിങ്ങൾ കഴിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, കഴിക്കരുത് എന്ന് ഒരു കൽപ്പനയുള്ളത് കൊണ്ടോ അത് വാങ്ങാൻ കെൽപ്പില്ലാത്തല്ല. ഞാൻ സ്പോൺസർ ചെയ്യുകയാണ്. നിങ്ങളത് എന്തുകൊണ്ട് കഴിക്കുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സിമ്പിൾ ഉത്തരം, ദാറ്റ് ഈസ് യുവർ ചോയ്സ്, യു ജസ്റ്റ് ഡോണ്ട് ലൈക്ക് ഇറ്റ്. നിങ്ങളുടെ തീരുമാനമാണിത്, നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങളത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പം അതാണ് പ്രശ്നം. മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നവർ മനസ്സിലാക്കണം,
കൃപയെപ്പറ്റി, ദൈവത്തിന്റെ സ്നേഹത്തെപ്പറ്റി ഒരു പ്രസംഗം കേട്ടാൽ അടുത്ത നിമിഷം എൻ്റെ ഇൻബോക്സ് നിറയും, അപ്പോൾ വ്യഭിചാരം ചെയ്യാമോ പാസ്റ്ററെ? അപ്പം നിങ്ങളുടെ മനസ്സിൽ മുഴുവൻ ഈ മൂർഖൻ പാമ്പിന്റെ ഫ്രൈ ഇരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ നിർബന്ധത്താൽ അവിയൽ കൂട്ടുകയാണ്, അല്ല സാമ്പാർ ഒഴിച്ചിങ്ങനെ ചോറ് തിന്നുകൊണ്ടിരിക്കുക. ഇതാണ് പാപത്തെ വെറുത്തുപേക്ഷിക്കുക എന്ന് പറയുന്നത്. അത് നമ്മൾ വിൽഫുള്ളി ചെയ്യുന്ന ഒരു കാര്യമല്ല. അത് ദൈവ കുടുംബവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഹോളി സ്പിരിറ്റ് നമ്മിൽ വന്നു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന മാറ്റമാണ്. അത് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ നമുക്ക് റോളില്ല. നമ്മൾ ബലമായിട്ടത് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത്. പരിശുദ്ധ റൂഹായുടെ ഫലങ്ങൾ എന്നാണ് പറയുക. പരിശുദ്ധ റൂഹായുടെ ഫലങ്ങൾ പ്രവൃത്തികളല്ല. നിങ്ങൾ ഗലാത്യ ലേഖനം വായിച്ചു നോക്കണം. ഗലാത്യ ലേഖനം വായിച്ചു നോക്കുമ്പം അവിടെ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കാണാം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ: സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, ദീർഘക്ഷമ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഇങ്ങനെ ഫലങ്ങൾ കാണും. ഫ്രൂട്ട്സ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഒരു ചെടിയേലോ ഒരു മരത്തേലോ ഒരു ഫ്രൂട്ട് ഉണ്ടാക്കാൻ പറ്റുമോ? അത് തന്നെ ഉണ്ടാകുന്ന ഫ്രൂട്ട്. എന്നാൽ ജഡത്തിൻ്റെ ഫലങ്ങളെന്നല്ല. ഗലാത്യയിൽ നിങ്ങൾ പഠിക്കണം. അപ്പം അവിടെ എഴുതിയിരിക്കുന്നത് ജഡത്തിൻ്റേത് ഫലങ്ങളല്ല, അത് പ്രവൃത്തികളാണ്. വർക്ക്സ് ഓഫ് ദ ഫ്ലഷ്, ജഡത്തിൻ്റെ പ്രവൃത്തികൾ. പരിശുദ്ധാത്മാവിൻ്റെത് പ്രവൃത്തികളല്ല, ഫ്രൂട്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും ജഡത്തിൻ്റേത് പ്രവൃത്തികളുമാണ്. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടായിരിക്കണം. നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ. അതാണ് നമ്മുടെ പ്രീച്ചേഴ്സ്, നമ്മുടെ ഒരു ധാരണ അതാണ്. നമ്മുടെ പ്രീച്ചേഴ്സ് പലരും പ്രസംഗിക്കുന്നതാണ്, ആളുകളെ ഉത്സാഹിപ്പിക്കുന്നതിനാണ്. അതിനാണ് പലപ്പോഴും തീരുമാനങ്ങൾ എടുപ്പിക്കുന്നത്. ഓരോ പ്രസംഗം കഴിയുമ്പോഴും തീരുമാനം എടുപ്പിക്കുന്നു. ഞാനിനി കള്ളു കുടിക്കുകയില്ല. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പം ഞാൻ കള്ളു കുടിച്ചോളാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തെറ്റിദ്ധാരണയുണ്ട്. കള്ളു കുടിക്കാൻ തോന്നുന്നത് നിങ്ങൾ കള്ളു കുടിക്കുക, അതാണ് നല്ലത്. അപ്പം നമ്മുടെ എഫോർട്ട് കൊണ്ടാണ് പലപ്പോഴും സ്നേഹിക്കണം. നാച്ചുറലായിട്ട് ഉണ്ടാകേണ്ടതാണ് സ്നേഹം. ഇപ്പം നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് സോഷ്യൽ മീഡിയ കാണുന്ന ചില ഒരു വീഡിയോസ് ഉണ്ട്. നല്ല കണ്ടാൽ സൗന്ദര്യവും ആരോഗ്യവും യൗവനവും ഒക്കെ ഉള്ള ഒരു പെൺകൊച്ച് അങ്ങോട്ട് പോയിട്ട് വഴി സൈഡിൽ എവിടെയെങ്കിലും അളിഞ്ഞു പറഞ്ഞിരിക്കുന്ന ഒരുത്തനെ മുടിയൊക്കെ വെട്ടി അവനെ കുളിപ്പിച്ച് ഉടുപ്പൊക്കെ ഇടിക്കുക. ഒരു 4 ക്യാമറ ചുറ്റും വെച്ചിരിക്കുക, ലൈറ്റപ്പ് ചെയ്ത്. ഇത് നാടകമാണ്, സ്നേഹമല്ല. അവളുടെ അപ്പൻ അങ്ങനെ ചീഞ്ഞ് കിടക്കുകയാണെങ്കിൽ അവൾ ആ അപ്പനെ പോയി ക്ലീൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല. കാരണം ലവാണ്. യഥാർത്ഥ ലവ് ആയി കഴിയുമ്പോഴേക്കും ഈ മനുഷ്യൻ്റെ ഈ അവസ്ഥ നാട്ടുകാർ കാണരുത്. അതാണ് ലവ്. മറ്റേത് നാടകമാണ്. അപ്പം ഞാൻ പറഞ്ഞത് ലവ് എന്ന് പറയുന്നത് ആക്ട് ചെയ്യുന്ന. അപ്പം ഇന്നത്തെ ക്രിസ്ത്യൻ ലോകത്തിൽ അതാ പ്രസംഗിക്കപ്പെടുന്നത്. ലവ് ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുക, ലവ് കാണിക്കണം. അപ്പോൾ ഹോളി സ്പിരിറ്റിൻ്റെ ഫ്രൂട്ട്സ് അത് നമ്മിൽ ഉണ്ടായി വരേണ്ടതാണ്. മറ്റേത് വർക്ക്സാണ്, ജഡത്തിൻ്റെതാണ് വർക്ക്സ്. ജഡത്തിൻ്റെ വർക്ക്സിൻ്റെ ലിസ്റ്റ് ഉണ്ടല്ലോ അല്ലേ? ശാഠ്യം, തൊന്നപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത്, ഇങ്ങനെയൊക്കെ വലിയ പട്ടികയുണ്ട്. പക, പിണക്കം. അപ്പം ആ പ്രവൃത്തികളും ഫലങ്ങളും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം.
പ്രവൃത്തികളും ഫലങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പല ആളുകൾ കാണുന്നുണ്ട്, എനിക്കെതിരായിട്ട് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. ഇതൊരു ഊഹമല്ല, വ്യക്തമായി നേരിട്ട് അറിവുള്ളതുകൊണ്ട് പറയുന്നു. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കുറേ പേര് എനിക്ക് എതിരായിട്ട് കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു, വലയമായിട്ട് കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് ശാസിച്ച് പൽസിച്ചു. അതിൽ പങ്കെടുത്ത ഒരാൾ ഇന്നലെ എന്നെ വിളിച്ച് മനസാക്ഷി കുത്തു നിർത്ത പറഞ്ഞു, ഇന്ന പോലെ ഞങ്ങൾ ശാസിച്ചു പ്രാർത്ഥിച്ചു. എനിക്കതിൽ ഭാരമില്ല, പക്ഷെ ദുഃഖമാണ്. കാരണം മലയാളി പെന്റക്കോസ്റ്റിൽപ്പെട്ട ആളുകളെ ചെയ്യുന്നു. വളരെയധികം ആളുകൾ ഇത് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ ആ ഇൻവൊക്കേഷനിൽ അവിടെ വരുന്നത് ഹോളി സ്പിരിറ്റ് അല്ല, പരിശുദ്ധ റൂഹ അല്ല. പരിശുദ്ധ റൂഹ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങൾ പറയുന്ന അനുസരിച്ച് നിങ്ങൾക്കുണ്ടാകുന്ന വികാരങ്ങൾക്കും നിങ്ങൾക്കുണ്ടാകുന്ന വിരോധങ്ങൾക്കും ഒക്കെ അടിസ്ഥാനപ്പെട്ട് പ്രതികാരം ചെയ്യാൻ നടക്കുന്ന ഒരു കുട്ടിച്ചാത്തനല്ല. സത്യമായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ 7 അയൽപക്കത്ത് പോലും ഇല്ല. പരിശുദ്ധ റൂഹ എന്ന് നിങ്ങൾ നിങ്ങൾ വിചാരിക്കുകയാണ്. നിങ്ങൾ സ്വയം വഞ്ചിക്കുന്നതാണോ അതോ നിങ്ങൾ മറ്റുള്ളവരെ വഞ്ചിക്കുന്നതാണോ? മറ്റുള്ളവരെ വഞ്ചിക്കുന്നവരോട് എനിക്ക് ഉപദേശമില്ല. സ്വയം വഞ്ചിക്കുന്നവർ ഒരുപക്ഷെ നിങ്ങൾ അറിയാതെ നിങ്ങളെ തന്നെ വഞ്ചിക്കായിരിക്കും. ആ സെൽഫ് ഡിസെപ്ഷൻ, ആത്മവഞ്ചന. അപ്പം സെൽഫ് ഡിസെപ്ഷനിൽ പെട്ടുകിടക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങൾ ഈ ബന്ധിക്കുന്ന പെന്റക്കോസ്റ്റിലെ ഒരു പ്രവണതയാണ് ബന്ധിക്കുക, 2 ശാസിക്കുക, 3 ബൽസിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നെങ്കിൽ അതിൽ അപ്പോൾ നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയോ ഒരു തരിപ്പോ ഒരു പെരുപ്പോ ഒരു മരപ്പോ ഒരു മരവിപ്പോ എന്തുമായിക്കോട്ടെ, ദാറ്റ് ഈസ് നോട്ട് ഹോളി സ്പിരിറ്റ്. അത് പരിശുദ്ധാത്മാവല്ല. കാരണം ദൈവം തൻ്റെ സ്വഭാവത്തെ മാറ്റത്തിൽ പരിശുദ്ധ റൂഹ അല്ല. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ കസ്റ്റോഡിയൻസ് ആണെന്നും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണെന്നും ഒക്കെ അങ്ങ് തോന്നുക. സഹോദരനെ വെറുക്കുക, പകയ്ക്കുക, അവന് വിരോധമായി ആലോചനകൾ സംഘടിപ്പിക്കുക, അവന് വിരോധമായി അന്യായ പ്രാർത്ഥനകൾ നടത്തുക, ശാസിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പരിശുദ്ധാത്മാവല്ല, പരിശുദ്ധാത്മാവിലല്ല. നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. അതിൽ പെട്ടുകിടക്കുന്ന ആളുകളുണ്ട്. നിങ്ങളുടേതായ വിഷയങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഉപദേശിമാരുണ്ട്. അതിനാൽ ഞാൻ തെറ്റു പറയുന്നില്ല, മനുഷ്യന് വിഷയം വരുമ്പോൾ പ്രാർത്ഥിക്കും. പക്ഷേ ആ പ്രാർത്ഥനയുടെ സ്വഭാവം നിങ്ങൾ നോക്കണം. ആ പ്രാർത്ഥനയിൽ അവർക്ക് വെറുപ്പും വിരോധവും വൈരാഗ്യവും പകയും നീരസവും എന്തോ വലിയ ചാട്ടുളി എറിയുന്നവരെയൊക്കെ ശാസിച്ച് പൽസിച്ച് അവൻ പൊട്ടട്ടെ ഇവൻ തകരട്ടെ ഇതൊക്കെയാ പറയുന്നത്. നിങ്ങൾ ഒരു നിമിഷം എന്നിട്ട് ചിന്തിക്കുക, കർത്താവായ യേശുവാണ് നിങ്ങളുടെ വീട്ടിൽ ഈ പർട്ടിക്കുലർ വിഷയത്തിന് വേണ്ടി വന്നിരിക്കുന്നെങ്കിൽ യേശു അങ്ങനെ അവരെ ശാസിക്കുവോ ബൽഷിക്കുമോ? ശമരിയായിലൂടെ കടന്നു പോകുമ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ തീ ഇറക്കി ഇവരെ നശിപ്പിക്കുന്നത് നിനക്ക് സമ്മതമാണോ? അപ്പോൾ യേശു ചോദിക്കുകയാണ്, നിങ്ങൾ ഏത് ആത്മാവിന് അധീനർ ആണ്? നിങ്ങൾ ഏത് ആത്മാവിന് അധീനരാണ്? പരിശുദ്ധാത്മാവിനാണ് അധീനരെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാകത്തില്ല. കാരണം ശമര്യര് അപമര്യാദയായി പെരുമാറി, ആതിഥ്യമര്യാദ കാണിച്ചില്ല. അപ്പോഴാണ് ശിഷ്യന്മാർ ചോദിക്കുന്നത്. എന്നിട്ടും യേശു പറയാണ്, നോ,
മനുഷ്യപുത്രൻ പ്രാണങ്ങളെ നശിപ്പിക്കാനല്ല, രക്ഷിപ്പാനത്രേ വന്നത്. ഇപ്പോൾ ഒരാളുടെ തകർച്ച ആഗ്രഹിക്കുക, ഒരാൾ നശിച്ചു പോകാൻ ആഗ്രഹിക്കുക, അവരുടെ മേൽ ശാപങ്ങളെ ചൊരിയുക, ഒരിക്കലും ശരിയായ ആത്മാവല്ല. ടെസ്റ്റ് യുവർ സെൽഫ്. നിങ്ങളെ തന്നെ പരിശോധിക്കുക. നിങ്ങളുടെ ആത്മാവ് ശരിയല്ല, അത് പരിശുദ്ധാത്മാവല്ല എന്ന് മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ വ്യത്യാസങ്ങൾ വരും. അപ്പം അതുകൊണ്ട് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്ന ആളോട് പറയാനുള്ളത്, റിലേഷൻഷിപ്പ്, ഹോളി സ്പിരിറ്റും ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ആ റിലേഷൻഷിപ്പിലാണ് വർഷിപ്പ് വരുന്നത്. ഇപ്പം നിങ്ങളുടെ വീട്ടിലോട്ട് നിങ്ങൾക്ക് തുണിയില്ലാതെ കയറിച്ചില്ല. ഈ ചോദ്യം ചോദിച്ചിരിക്കുന്ന ആൾക്കുള്ള ഉത്തരവാണ്. വല്ല കുഴപ്പമുണ്ടോ? പക്ഷെ നിങ്ങളെന്തിനാ തുണി കൊടുത്തോണ്ട് പോകും? നിങ്ങൾ സന്ധ്യയാകുമ്പോൾ എവിടെയെങ്കിലും പോവുക, കുറച്ച് മദ്യം കഴിക്കുക, മുണ്ട് പറിച്ച് തലയിൽ കെട്ടിക്കൊണ്ട് നടന്ന് വീട്ടിലോട്ട് പോവുക. എന്താ കുഴപ്പം? അങ്ങനെ പോകുന്നവരുണ്ടല്ലോ, എന്തുകൊണ്ട് നിങ്ങൾ പോകുന്നില്ല? അപ്പൊ ജീവനുള്ള ദൈവത്തിന്റെ ആലയമാകുന്ന സഭയിൽ നീ നടക്കേണ്ടത് എങ്ങനെയെന്ന് അറിയേണ്ടതിന് നിനക്കിത് എഴുതുന്നു. ഇത് സഭയ്ക്കകത്ത് നടക്കുന്ന ആളുകൾക്കുള്ള നിർദ്ദേശമാണ്. 1 Timothy chapter 3 verse 14. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുമെന്ന് ആശിക്കുന്നു. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലിയതാകുന്നു. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ബോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന് ആത്മാവ് തെളിവായി പറയുന്നു. അപ്പം വിശ്വാസം, സത്യവിശ്വാസം ത്യജിക്കപ്പെടും. ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടതിന് ചില രീതികളുണ്ട്. അത് സത്യവിശ്വാസത്തിലാണ് നടക്കേണ്ടത്, ഓർത്തഡോക്സിയിൽ ആണ് നടക്കേണ്ടത്. ആ ഓർത്തഡോക്സിയെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ എങ്ങനെ നടന്നാലും കുഴപ്പമില്ല, നിങ്ങളെ ദൈവം രക്ഷിക്കും. പക്ഷെ ആ റിലേഷൻഷിപ്പ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, റിലേഷൻഷിപ്പിൽ ആരാധിക്കുമ്പോൾ അതിന് അതിൻ്റെതായ വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് വേണേൽ നിങ്ങളുടെ അപ്പനെ ഔസേപ്പ് ചേട്ടാ എന്ന് വിളിക്കാം, അത് നിങ്ങളുടെ ചോയ്സാണ്. പക്ഷെ സ്നേഹത്തോടെ അച്ചാച്ച എന്നൊക്കെ വിളിക്കുന്ന ആളുകളുണ്ട്. അതൊരു കുടുംബ പാരമ്പര്യമാണ്, അതൊരു പൈതൃകമാണ്. അപ്പൊ ആ പൈതൃകത്തിൽ നിന്ന് വേർപെട്ടു പോയ ആളുകളെ മാത്രം അഡ്രസ് ചെയ്താണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും വലിയ ഒരു നന്മ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അപ്പനെ അപ്പാ എന്നും അമ്മയെ അമ്മേ എന്നും ഒക്കെ വിളിക്കുന്ന ഒരു കുടുംബ പാരമ്പര്യമുള്ള ആ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി എടാ വാടാ പോടാ എന്ന് വിളിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് അതപ്പതിച്ചു പോയി. അപ്പൊ ഞാൻ പറയാണ്, ഇങ്ങനൊരു സുഹൃതം നമുക്കുണ്ടായിരുന്നു, ഇങ്ങനൊരു പൈതൃകം നമുക്കുണ്ടായിരുന്നു, ഇതൊരു മൂല്യവത്തായിരുന്നു, അത് സാക്ഷാത്താകുന്ന ഒരു അനുഭവമാണ്, അത് ഏറ്റവും ധന്യമായ ഒരു പാതയാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇടർച്ചയുണ്ടെങ്കിൽ നിങ്ങളത് കേൾക്കണ്ട. പ്രത്യേകിച്ച് ഞാൻ പിന്നെയും പറയുന്നു, ഈ പൈതൃകം നഷ്ടപ്പെട്ട ആളുകളെയാണ് ഞാൻ അഡ്രസ്സ് ചെയ്തത്. ഇതായിരുന്നു സംഭവം, ഇത് നല്ലതായിരുന്നു, നമ്മൾ അത് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ഇതാണ് എൻ്റെ മെസ്സേജ്. അപ്പം ദൈവത്തെ തൃത്വത്തിൽ ആരാധിക്കുക, ട്രിനിറ്റേറിയൻ വർഷിപ്പ്, അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ട്രിനിറ്റേറിയൻ വർഷിപ്പ്, അതാണ് ട്രൂ വർഷിപ്പ്. ഇപ്പം ഉത്തരവില്ലാത്തതുകൊണ്ട് പെന്തക്കോസ്തിലെ ഒരു വക്താവ് പറയുകയാണ്, ഞങ്ങൾക്ക് ട്രിനിറ്റേറിയൻ പാട്ടുകളുണ്ട്, 500 പാട്ടുകളുണ്ട്, ട്രിനിറ്റേറിയൻ പാട്ട് 500 പാട്ട് ഞാൻ കണ്ടെടുത്തിട്ടുണ്ട്. 150 പാട്ട് ഇപ്പം തന്നെ എൻ്റെ കയ്യിലുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് ഒരെണ്ണം പോലും എനിക്കൊരാൾ വീഡിയോ അയച്ചു തന്നു, ഒരെണ്ണം പോലും അതിനകത്ത് പറഞ്ഞിട്ടില്ല. അത്രയൊന്നും കയറ്റി വെക്കണ്ട. അവകാശവാദം 500 പാട്ടുണ്ടെന്നാ.
പോട്ടെ. പിന്നെ അവർ പറയുന്നത് 150 പാട്ടുണ്ടെന്നാ. അതും പോട്ടെ. ഞാനിപ്പോൾ ചലഞ്ച് ചെയ്യാണ്. ഇന്ന് വരെ ഈ വീഡിയോകളിലൊന്നും ഞാൻ ചലഞ്ച് ചെയ്തിട്ടില്ല. പക്ഷെ ദിസ് ഈസ് എ ചലഞ്ച്, ഓപ്പൺ ചലഞ്ച്, പബ്ലിക് ചലഞ്ച്. 15 പാട്ട്, 150 വേണ്ട, 15 പാട്ട് ട്രിനിറ്റേറിയൻ വർഷിപ്പിന്റെ 15 പാട്ട് കാണിക്കാമെങ്കിൽ ഞാൻ നിങ്ങൾക്കെതിരായിട്ടുള്ള എല്ലാ ലൈവ് പ്രോഗ്രാമും നിർത്തുന്നതായിരിക്കും. ഇത് സത്യം, സത്യം, സത്യം. ഏതെങ്കിലും പെന്തക്കോസ്തുകാരനുണ്ടെങ്കിൽ, പാസ്റ്റർ ഉണ്ടെങ്കിൽ, പ്രഗത്ഭനുണ്ടെങ്കിൽ, പ്രമുഖനുണ്ടെങ്കിൽ, വക്താവുണ്ടെങ്കിൽ, ഇനി എന്ത് ആണെങ്കിലും, വവ്വാല് വക്കീലോ ഓട്ടോ ജോർജോ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കാമെങ്കിൽ കാണിച്ചു. വെറുതെ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ട് പോരണ്ട. എടാ പിള്ളേരെ, കണ്ടമാനം നീ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കതില്ല, നിങ്ങൾക്ക് ആ സാധനമില്ല. അതിന് എൻ്റെ നേരെ കുതിര കയറിയിട്ട് ആവശ്യമില്ല. അധികമൊന്നും വേണ്ട. നീ 500 പാട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ, പിന്നെ പറഞ്ഞ് 150 എണ്ണം കയ്യിൽ റെഡി ഉണ്ടെന്ന്. ഇതൊന്നും ഞാൻ ചോദിക്കുന്നില്ല. 15 പാട്ട് കാണിക്കാമെങ്കിൽ ദാ സീസ് ഫയർ വെടി നിർത്തിയിരിക്കുന്നു. ചുണയുണ്ടോ? പെന്തക്കോസ്തുകാരെഴുതിയ 15 ട്രിനിറ്റേറിയൻ വർഷിപ്പ് സോങ് കാണിക്കാമെങ്കിൽ ഞാൻ എൻ്റെ ആരോപണം പിൻവലിക്കാം. പെന്തക്കോസ്തുകാരെഴുതിയ 15 ട്രിനിറ്റേറിയൻ സോങ് കാണിക്കാമെങ്കിൽ ഞാൻ ഈ ആരോപണം പിൻവലിക്കാം. മേലാൽ ഒരു വാക്ക് പോലും പറയത്തില്ല. സകല ആളുകളെ വഞ്ചിക്കുകയാണ്. ഇവർ ട്രിനിറ്റേറിയൻസ് ആണ് എന്ന് പറഞ്ഞ് സകല ആളുകളെ വഞ്ചിക്കുക. അതിനകത്ത് ഉൾപ്പെട്ട് നിൽക്കുന്ന നിങ്ങളെല്ലാം വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് യേശുനാമം എന്ന ദുരുപദേശമാണ്. അപ്പൊ നിങ്ങൾ ഓർക്കും, യേശുവിന്റെ നാമല്ലേ നല്ല നാമല്ലേ? യേശുവിന്റെ നാമം നല്ലതാണ്, നല്ല നാമമാണ്. പക്ഷേ യേശുവിനെ സ്തുതിക്കുന്ന നല്ലതല്ലേ? നല്ലതാണ്. യേശുവിനെ മാത്രം സ്തുതിച്ചാൽ കുഴപ്പമാണ്. ഇപ്പൊ അതിന് അവര് ചെയ്തിരിക്കുന്നത്, അവർക്കിപ്പോ ട്രിനിറ്റേറിയൻ സോങ് ഇല്ലാത്തതിന് യാക്കോബായിലെ ചില അച്ഛന്മാര് യേശുവിനെ പാടി സ്തുതിച്ചു എന്നൊക്കെ പറഞ്ഞ് ആരോപണം ഉന്നയിക്കുകയാണ്. യാക്കോബായിലെ അച്ഛന്മാർ യേശുവിനെ സ്തുതിക്കുന്നതിന് കുഴപ്പമില്ല. കാരണം അവർക്ക് യേശു ആരാണ് നല്ലപോലെ അറിയാം. അവർ യേശുവിനെ സ്തുതിക്കുന്നത് എങ്ങനെയാണ്? യേശു പിതൃസുതനേ കണ്ടോ, ഞങ്ങളെ കാക്കണമേ. കണ്ടോ. അപ്പൊ റിലേഷൻ ഇല്ലാത്തൊരു യേശുവിനെ അല്ല അവരെടുക്കുന്നത്. യേശു എന്ന് പറഞ്ഞപ്പോഴേ അവർ പറയണ പിതൃസുതനെ, യേശു മറിയ സുതാ ഞങ്ങളെ തുണയ്ക്കണമേ. പുറയില്ല മുറ്റത്ത് പുല്ല് വെട്ടുന്ന വന്നിട്ടുണ്ട്, അതിന്റെ ശബ്ദം. അതിനിപ്പോ മാറിക്കോളും. യേശു ബലപ്പെടുത്തി, യേശു സൂക്ഷിക്കാ, യേശു ദോഷിയേ ഞങ്ങളിൽ നിന്നകറ്റണമേ. ആ റിലേഷൻഷിപ്പ് അറിയാവുന്ന, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തെ അറിയാവുന്ന ആളുകൾ യേശുവിനെ സ്തുതിച്ചാൽ ഒരു പ്രോബ്ലം. പക്ഷെ ആ റിലേഷൻഷിപ്പ് ഇല്ലാത്ത ആളുകൾ യേശുവിനെ സ്തുതിക്കുന്നു, യേശുവിനെ മാത്രം സ്തുതിക്കുന്നു. അത് യേശുനാമ ആരാധനയാണ്. ആ യേശു കർത്താവ് പിതാവിൽ നിന്നും പരിശുദ്ധ റൂഹായിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക്. ആ പിതാവിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നിന്നും ആ ട്രിനിറ്റേറിയൻ ഫാമിലിയിൽ നിന്നും അടർത്തിയെടുത്ത ഒരു യേശു എന്ന് പറഞ്ഞാൽ ആ യേശു നിങ്ങളുടെ തന്നെ സൃഷ്ടിയാണ്. യഥാർത്ഥത്തിൽ യേശു കർത്താവ് അങ്ങനെയല്ല. യേശു കർത്താവിനോടാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾ പറയുന്ന, നിങ്ങൾ ക്ലെയിം ചെയ്യുന്ന ആ സോ കോൾഡ് എന്താണ് റിലേഷൻഷിപ്പ്, പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ജീസസ് ക്രൈസ്റ്റ് എന്ന് നിങ്ങൾ ക്ലെയിം ചെയ്യുന്ന സാധനം നിങ്ങൾക്കുണ്ടെങ്കിൽ, പേഴ്സണൽ റിലേഷൻഷിപ്പിൽ യേശുവിൻ്റെ കൂടെ വന്നാൽ യേശു കർത്താവ് തൻ്റെ പിതാവിനെ കുറിച്ചും പരിശുദ്ധ റൂഹായെക്കുറിച്ചും സംസാരിക്കും. 5 മിനിറ്റ് കൂടുതൽ യേശുവിനോട് സംസാരിക്കാൻ പറ്റത്തില്ല. അതിനകം യേശു കർത്താവ് പറയും, എൻ്റെ പിതാവ്. കണ്ടോ, ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കും. ആ പിതാവ് നിങ്ങൾ, ഇന്നലെ സൺഡേ ആയിരുന്നു, എന്നെ കേൾക്കുന്ന മലയാളി പെന്തക്കോസ്തുകാർ ഹൃദയം തുറന്ന് ചിന്തിക്കുക. നിങ്ങളുടെ സഭയിൽ ഇന്നലെ ഫാദറിനെ വർഷിപ്പ് ചെയ്തോ? പിതാവിനെ, സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കും എന്നാണ് യേശു കർത്താവ് പറഞ്ഞത്.
നിങ്ങൾ സ്വയം ചിന്തിക്കും. ഞാൻ വെറുതെ ആരോടുമുള്ള വൈരാഗ്യത്തിനോ പിണക്കത്തിനോ വഴക്കിനോ ഒന്നും പറയുന്നതല്ല. എനിക്ക് മനസ്സിലായ സത്യം ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. ട്രിനിറ്റേറിയൻ വർഷിപ്പ് അല്ല. നിങ്ങൾ ഒരു യേശുവിനെ ആരാധിക്കുന്നു. ആ യേശു ആരാണെന്ന് കൊരിന്ത്യക്കാർക്ക് ലേഖനം എഴുതിയപ്പോൾ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ശ്ലീഹ പറഞ്ഞിട്ടുണ്ട്. അത് മറ്റൊരു യേശു ആണ്. മറ്റൊരു യേശു, മറ്റൊരു ആത്മാവ്, മറ്റൊരു സുവിശേഷം. അനദർ ഗോസ്പൽ. അപ്പോസ്തലന്മാരുടെ ആദിമസഭയുടെ യേശു കർത്താവിൻ്റെ സുവിശേഷമല്ല ഇന്ന് കേരളത്തിൽ കേൾക്കുന്ന സുവിശേഷം. അതാണ് ഞാൻ പറഞ്ഞ മറ്റൊരു സുവിശേഷം. ചില ആളുകൾ അങ്ങ് കടന്ന് ബഹളമാണ്. വെസ്റ്റേൺ ഗോസ്പൽ എന്ന് പറഞ്ഞു, പാശ്ചാത്യ സുവിശേഷം എന്ന് പറഞ്ഞ് അങ്ങ് കൊള്ളുകയാണ്. പാശ്ചാത്യ സുവിശേഷം എന്ന് ഞാൻ പറഞ്ഞു. അത് പാൽപ്പൊടിയും പഴയ ഉടുപ്പും കൊടുത്ത് കുറച്ച് ആളുകളെ മതപരിവർത്തനം നടത്തിയ സുവിശേഷമാണ്. മതപരിവർത്തനം നടത്തിയ സുവിശേഷം അത് പാശ്ചാത്യ സുവിശേഷമാണ്. ശക്തിയില്ലാത്ത സുവിശേഷമാണ്. യഥാർത്ഥ സുവിശേഷം അതല്ല. യഥാർത്ഥ സുവിശേഷത്തിൽ യേശു കർത്താവ് ഒരു റിലേഷൻഷിപ്പിലാണ് നിൽക്കുന്നത്. യഥാർത്ഥ സുവിശേഷത്തിലെ യേശുവിന് പിതാവുണ്ട്. പിതാവുണ്ട്. ഹലോ, പിതാവുണ്ടെന്ന് മനസ്സിലായോ? പിതാവില്ലാത്ത ഒരു യേശുവിനെയാണ് നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. യാക്കോബായിലെ അച്ഛൻ പാടിയെങ്കിൽ ആ അച്ഛൻ പാടിയ യേശുവിന് പിതാവുണ്ട്. യേശു പിതൃസുതനേ. കണ്ടോ? അപ്പൊ പിതാവുള്ള യേശു കർത്താവ്. നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല. അപ്പം ഇത് എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്നെ കേൾക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊരു വലിയ ചതിയാണ്, ഇതൊരു വലിയ വഞ്ചനയാണ്, ഇതൊരു ദുരുപദേശമാണ്, ഇത് ഹെരസിയാണ്. ഓപ്പണായിട്ട് പറയുകയാണ്. അല്ലാതെ ഇത് ഏകദേശം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാവുന്ന കാര്യമല്ല. ഇതൊരു ഹെരസിയാണ്. അപ്പോൾ അവകാശവാദങ്ങളുണ്ടല്ലോ. 500 പാട്ട് ഞാൻ ഇളച്ചിരിക്കും. 500 വേണ്ട കേട്ടോ. 500 വേണ്ട, 150 വേണ്ട, 15 പാട്ടുണ്ടെങ്കിൽ കൊണ്ടുപോര്. ചലഞ്ചൊന്നും അല്ലിത്. ഇതിൻ്റെ പേര് ചെക്ക് എന്നുമല്ല. ഇതിൻ്റെ പേര് ചെക്ക് മേറ്റ്. അതാണ് ഒരു സംശയം. ഇപ്പോൾ ചോദ്യം ചോദിച്ച ആളുടെ സംശയം മാറി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ യൂട്യൂബിൽ വരുന്ന മുറയ്ക്ക് അയാളുടെ സംശയം മാറും. താങ്ക് യു ബ്രദർ ഫോർ ആസ്കിങ് ദാറ്റ് ക്വസ്റ്റ്യൻ. ദാറ്റ് വാസ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അത് ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് ഒരുമിച്ച് ചിന്തിക്കാൻ നിങ്ങളുടെ ആ ഒരു ചോദ്യം ഉതകി. അടുത്തൊരു ചോദ്യം വന്നിരിക്കുന്നത് ഈ ഫേസ്ബുക്കിൽ മെസ്സഞ്ചറിൽ ഒരാൾ ചോദിച്ചിരിക്കുന്നതാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഫലങ്ങൾ കിട്ടുമോ അതോ വെറുതെ പ്രാർത്ഥിക്കുകയാണോ? സകലതും ദൈവം നേരത്തെ നിശ്ചയിച്ചു വെച്ചിരിക്കുകയാണോ? പ്രാർത്ഥിച്ച് മനസ്സുമടുത്തു പോകുന്ന ആളുകളുടെ ചോദ്യം. അപ്പോൾ അതിനെ ഞാനൊരു സബ് ടൈറ്റിലാണ് അവതരിപ്പിക്കുന്നത്. ആ സബ് ടൈറ്റിൽ പെന്തക്കോസ്ത് പരാക്രമങ്ങൾ. ഞാൻ 26 വർഷം പെന്തക്കോസ്തിൽ അനുഭവത്തിൽ, അതിൻ്റെ അംഗത്വത്തിൽ, അതിൻ്റെ എല്ലാ തരത്തിലും ഊളിയിട്ട് നടന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. കളിയാക്കി പറയുന്നതല്ല, ആത്മവിമർശനമാണ്. പെന്തക്കോസ്ത് പരാക്രമങ്ങൾ സബ് ടൈറ്റിൽ എഴുതി, പെന്തക്കോസ്ത് പരാക്രമങ്ങൾ. ഇതെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളെല്ലാം മനസ്സിലാക്കണം. ഈ സ്നാനപ്പെടും. ഈ അതിനെ പറ്റിയൊരു ട്രോൾ ഇറക്കിയിട്ടുണ്ട്. ട്രോളെന്ന് പറഞ്ഞൊരു സംഭവമാണ് ഇറക്കിയിരിക്കുന്നത്. നമ്മുടെ പൂച്ചവക്കലിൻ്റെ ഒക്കെ ഗ്രൂപ്പിലാണ് ട്രോള് വന്നിരിക്കുന്നത്. ഓക്കെ, അത് കാണണമെങ്കിൽ ഈ സ്ക്രീൻ തിരിക്കണം. ഓക്കെ, ഇതാണ് ട്രോള്. നിങ്ങൾക്ക് കാണാമോ? ഇതാണ് സ്നാനത്തിൻ്റെ തലേദിവസം സ്നാനപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന സ്ഥലം. കണ്ടോ?
കണ്ടോ കണ്ടോ, ഇങ്ങനൊരു സ്ഥലത്തായിരിക്കും സ്നാനം നടക്കുന്നതെന്ന് ആഗ്രഹിക്കും. പിറ്റേ ദിവസം പെന്തക്കോസ്തുകാരൻ സ്നാനപ്പെടാൻ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഉണ്ടോ? ഇങ്ങനെയാണ് സ്നാനക്കുളം ഇരിക്കുന്നത്. ഇതാണ് സ്നാനക്കുളം, ഇതാണ് സ്നാനം. ഒത്തിരി ട്രോളുകളുണ്ട് അതിനകത്ത്. എന്നെ കളിയാക്കിയും കുറേ ട്രോളുകളുണ്ട്. ഒത്തിരി എണ്ണം ഉണ്ട് എന്നെ കളിയൊക്കെ ഉള്ളതെന്ന് കാണുക. ഇതാണ്, ഇതെന്നെ കളിയൊക്കെ ഉള്ളത് കണ്ടു. ഇതിങ്ങനെയാണ്. എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? ഇങ്ങനെ ലൈവ് ചെയ്താൽ നടന്നാൽ മതിയോ? അപ്പം മറ്റേ ആൾ പറയുകയാണ്, അങ്ങനെയൊന്നും ചോദിക്കരുത്, പെന്തക്കോസ്തുകാർ പുറത്താക്കി. ഇപ്പോൾ അച്ഛന്മാരെയൊക്കെ ലൈവിന് വിളിച്ച് സംശയം ചോദിച്ച് സൂചിപ്പിക്കും, പക്ഷേ അവരിപ്പോഴും പാസ്റ്റർ എന്നാണ് വിളിക്കുന്നത്. അതാണ് അവൻ്റെ വിഷമം. ഇതാണ് നമ്മുടെ പൂച്ചവക്കലിൻ്റെ ഗ്രൂപ്പാണ്. അപ്പോൾ ഇതാണ്, തിരിച്ചേക്കാം. അപ്പോൾ ഈ നമ്മൾ ചോദിച്ച ചോദ്യം ഈ സ്നാനത്തെ പറ്റി ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ സ്നാനപ്പെടാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ട് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഈ സ്നാനപ്പെടുന്നതിൻ്റെ തലേദിവസമൊക്കെ ഭയങ്കര എക്സ്പെക്റ്റേഷനാണ്. ഇപ്പം നിങ്ങളുടെ എല്ലാ അനുഭവമാണ്. സ്നാനപ്പെടുന്നതിൻ്റെ പിറ്റേ ദിവസം തൊട്ടൊരു ഡ്രമാറ്റിക് ചേഞ്ച് ഒക്കെ സംഭവിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ പിറ്റേ ദിവസം തൊട്ട് ഭയങ്കര ഒരു വിശുദ്ധി വന്ന് വീഴും. പിന്നെ ഒരു നിലത്തിൽ നിന്നൊരു 2 സെൻറ്റിമീറ്റർ ഇങ്ങനെ പൊങ്ങിയായിരിക്കും നടക്കുന്നത്. ഇങ്ങനെയൊക്കെ അങ്ങ് ചിന്തിക്കുകയാണ്. പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. ഈ പോത്ത് കുളിക്കുന്നിടത്ത് പോയി കുളിച്ച് കയറി പോരുകയാണ്. കയറി പോകുന്ന ഒന്നും സംഭവിക്കുന്നില്ല. ആദ്യത്തെ 1-2 ആഴ്ചയൊക്കെ വളരെ ബലമായിട്ട് വിശുദ്ധിയൊക്കെ അഭിനയിച്ച് നടക്കും. 2 ആഴ്ച കഴിയുമ്പം ഇളിഭ്യനാകും സ്വയം. പിന്നെ കുറേ പേരെ കൂടെ ഇതിനകത്ത് ചാടിക്കാമെന്ന് വിചാരിക്കും. കാരണം കൂടെ കളിച്ച് നടന്നവരും ഒക്കെ ഇപ്പോഴും മനോസിനൊരു കുഴപ്പമില്ലാതെ നടക്കും. അപ്പോൾ അങ്ങനെയുള്ള 2 പേരെ പോയി പിടിച്ചതിനകത്ത് ആക്കാം. കാരണം കൂട്ടുകാർ വേണമല്ലോ. അങ്ങനെയൊക്കെ ലൈനാണ് സുവിശേഷ വേല എന്ന് വിളിക്കും. പിന്നെ പ്രാർത്ഥന, പിന്നെ ഒരു വാശിയാണ്. അവരെക്കാളും നമുക്ക് പ്രാർത്ഥിച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നേടണം. അത് നമ്മുടെ ഭാരതീയ പുരാണങ്ങളിലൊക്കെ കാണുന്ന പോലെ മഹർഷിമാർ ഒറ്റക്കാലിൽ തപസ് ചെയ്യുന്നു, പഞ്ചാഗ്നി മധ്യത്തിൽ തപസ് ചെയ്യുന്നു, പിന്നെ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ള അഭ്യാസങ്ങളാണ്. 21 ദിവസം പോയി ഉപവാസം ഇരിക്കുന്നത്. എന്നാൽ വരങ്ങൾ കിട്ടാനാണ്, ശക്തി പ്രാപിക്കാൻ. അതൊന്നും ക്രിസ്തീയമല്ല. നിങ്ങൾ മനസ്സിലാക്കണം, ക്രിസ്തീയമല്ല. നിങ്ങൾ അങ്ങനെയുള്ള ദൈവത്തിൽ നിന്നുള്ള കൃപാവരങ്ങൾ നമുക്ക് ആഗ്രഹിക്കാം, വാഞ്ചിക്കാം. കർത്താവിൻ്റെ സുവിശേഷമല്ല, അതൊന്നും തെറ്റല്ല. പക്ഷെ പേഴ്സണൽ ഗെയിനിന് വേണ്ടി നമ്മൾ ശക്തി സംഭരിക്കുക, ആ ശക്തി ഉപയോഗിച്ച് ഇങ്ങനെയുള്ള ശക്തി പ്രകടനങ്ങൾ നടത്തുക, ഇതൊന്നും അല്ല ക്രിസ്തീയ മാർഗം. ദൈവമാണ്, പരിശുദ്ധാത്മാവാണ് തൻ്റെ ഹിതപ്രകാരം വരങ്ങളെ പകർത്തു കൊടുക്കുന്നു. തൻ്റെ ഹിതപ്രകാരം പരിശുദ്ധ റൂഹ വരങ്ങളെ പകർത്തു കൊടുക്കും. ആരിൽ കൂടെ പ്രവർത്തിക്കണം എന്ന് ദൈവം നിശ്ചയിക്കും. അപ്പം നമ്മൾ അതിനുവേണ്ടി ആ രീതിയിലുള്ള ആഗ്രഹങ്ങളാണ്. അപ്പം ഇങ്ങനെയുള്ള ഇതെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങൾ നടക്കത്തില്ല. ഇങ്ങനെ പ്രാർത്ഥിക്കാത്തവൻ്റെ കാര്യങ്ങൾ നടക്കുന്ന അതേ നിരക്കിൽ തന്നെ ഇവിടെയും കാര്യങ്ങൾ നടക്കും. അത്രയും. ഇപ്പോൾ പെന്തക്കോസ്തുകാർ 100 പേര് IELTS എഴുതി, 15 പേര് ജയിച്ചു. അപ്പോൾ 15%. യാക്കോബായക്കാർ 100 പേര് IELTS എഴുതിയാൽ ഒരു 55 പേര് ജയിക്കും. അപ്പോൾ 55%. ഇതാണ് സംഭവിക്കുന്നത്. നമ്മളിവിടെ ഭയങ്കര പ്രാർത്ഥന ശാസന. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മനസ്സും അടുത്ത് എന്തുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ നടക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നു, ശാസിച്ചിട്ടും ഒന്നും നടക്കുന്നില്ല. അപ്പം ഇതേപ്പറ്റി ചോദ്യങ്ങൾ ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നൊരു ചോദ്യമാണ്. അപ്പം ഈ ഭൂമിയിൽ ജീവിച്ച ഏറ്റവും ജ്ഞാനിയായ മനുഷ്യൻ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണെന്ന് ആധുനിക ലോകം പറയും. ബിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ സോളമനാണ്, കിങ് സോളമൻ.
ഇപ്പൊ ശലോമോൻ എഴുതിയിരിക്കുകയാണ് സഭാപ്രസംഗിയുടെ പുസ്തകം 9-ാം അധ്യായം. ശലോമോൻ എഴുതിയിരിക്കുകയാണ് സഭാപ്രസംഗിയുടെ പുസ്തകം 9-ാം അധ്യായം 11-ാമത്തെ വാക്യം. പിന്നെയും ഞാൻ സൂര്യന് കീഴെ കണ്ടത്, വേഗതയുള്ളവർ ഓട്ടത്തിലും വീരന്മാർ യുദ്ധത്തിലും നേടുന്നില്ല. ജ്ഞാനികൾക്ക് ആഹാരവും വിവേകികൾക്ക് സമ്പത്തും സാമർഥ്യമുള്ളവർക്ക് പ്രീതിയും ലഭിക്കുന്നില്ല. അവർക്കൊക്കെയും കാലവും ഗതിയും അത്രേ ലഭിക്കുന്നത്. മനുഷ്യൻ തൻ്റെ കാലം അറിയുന്നില്ലല്ലോ. വല്ലാത്ത വലയിൽ പിടിപെടുന്ന മത്സ്യങ്ങളെപ്പോലെയും കെണിയിൽ അകപ്പെടുന്ന പക്ഷികളെപ്പോലെയും മനുഷ്യർ പെട്ടെന്ന് വന്നുകൂടുന്ന ദുഷ്കാലത്ത് കെണിയിൽ കുടുങ്ങിപ്പോകുന്നു. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതേക്കുറിച്ചാണ് നെക്സ്റ്റ് ചിന്തിക്കുന്നത്. The race is not to the swift or the battle to the strong, nor does food come to the wise, or wealth to the brilliant, or favor to the learned, but time and chance happen to them all. ഇതാണ് ആ വാക്യം. എന്ന് പറഞ്ഞാൽ വേഗതയുള്ളവർ ഓട്ടത്തിലും വീരന്മാർ യുദ്ധത്തിലും നേടുന്നില്ല. ജ്ഞാനികൾക്ക് ആഹാരവും വിവേകികൾക്ക് സമ്പത്തും സാമർഥ്യമുള്ളവർക്ക് പ്രീതിയും ലഭിക്കുന്നില്ല. നമ്മൾ തന്നെ പറയും, ഈ ചില ആളുകൾക്ക് പാടാൻ കഴിവുള്ള ആൾക്ക് പാടാനുള്ള ചാൻസ് കിട്ടുന്നില്ല. സിനിമയിലാണെങ്കിലും അഭിനയിക്കാൻ കഴിവുള്ളവർക്ക് നല്ല റോളുകൾ കിട്ടുന്നില്ല. ഇങ്ങനെയൊക്കെ പലരും പരാതി പറയാറുണ്ട്. ഇതിന് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് ജ്ഞാനിയായ ശലോമോൻ പറയുകയാണ്. ഡെസ്റ്റിനി ഇറ്റ് ഇസ് എ മാറ്റർ ഓഫ് ടൈം ആൻഡ് ചാൻസ്. Destiny is not a matter of choice. It is a matter of time and chance. അതാണ് ശലോമോൻ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്നത് എന്തായിത്തീരുന്നു, ഇതെല്ലാം കാലവും ഗതിയും എന്നാണ് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇംഗ്ലീഷിൽ വായിക്കുമ്പോഴാണ് കുറെ കൂടെ നമുക്ക് അർത്ഥം മനസ്സിലാകും. നിങ്ങൾക്ക് കാലവും ഗതിയും എന്ന് പറഞ്ഞാൽ എന്തോ മനസ്സിലാണ്, ഒന്നും മനസ്സിലാകും. ടൈം ആൻഡ് ചാൻസ്. അപ്പൊ ടൈമും ചാൻസും മീറ്റ് ചെയ്യുമ്പോൾ നിനക്ക് അത് കിട്ടും. അപ്പൊ ടൈമും ചാൻസും എന്ത് ചെയ്യുന്നില്ല, റെയിൽപാളം പോലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, സമാന്തര രേഖകളായി. അപൂർവം ആളുകളുടെ ജീവിതത്തിലാണ് ഈ ടൈമും ചാൻസും മീറ്റ് ചെയ്യുന്നത്. അപ്പൊ ടൈമും ചാൻസും മീറ്റ് ചെയ്യുന്ന അപൂർവ സന്ദർഭങ്ങൾ എല്ലാ വ്യക്തികളുടെ ജീവിതത്തിലുണ്ടാകും. അപ്പൊ ആ ടൈമും ചാൻസും മീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്ന തുറമുഖത്ത് നമ്മുടെ കപ്പൽ എത്തിച്ചേരുന്നത്, ഇതൊക്കെ സംഭവിക്കുന്നു. ബ്ലസ്ഡ് ആകുന്നത്, ജീവിതം ധന്യമാകുന്നത് ഒക്കെ. അപ്പം ടൈമും ചാൻസും ഒക്കുന്നില്ല. ഇതാണ് പ്രശ്നം, ടൈമും ചാൻസും. ഇതാണ് നമ്മൾ അവിടെ വായിക്കുന്ന ആ സ്ക്രിപ്ചറിൻ്റെ ഭാഗം. അതിൻ്റെ അടുത്ത ഭാഗത്ത് ശലോമോൻ പറയാണ്, മനുഷ്യൻ തൻ്റെ കാലം അറിയുന്നില്ലല്ലോ. ദാറ്റ് ഇസ് എ പ്രോബ്ലം. അപ്പം ടൈമിനെ അറിയുക. അപ്പം ടൈമിൻ്റെ ഒരു എക്സ്പ്ലനേഷനൊക്കെ ശലോമോൻ കൊടുത്തിട്ടുണ്ട്. ഞാനത് വായിക്കാം. എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. ജനിപ്പാൻ ഒരു കാലം, മരിപ്പാൻ ഒരു കാലം, നടുവാൻ ഒരു കാലം, നട്ടത് പറിപ്പാൻ ഒരു കാലം, കൊല്ലുവാനൊരു കാലം, സൗഖ്യമാക്കുവാൻ ഒരു കാലം, ഇടിച്ചു കളയുവാൻ ഒരു കാലം, പണിയുവാൻ ഒരു കാലം, കരയുവാൻ ഒരു കാലം, ചിരിപ്പാൻ ഒരു കാലം, വിലപിപ്പാൻ ഒരു കാലം, നൃത്തം ചെയ്യുവാൻ ഒരു കാലം, കല്ല് പെറുക്കി കളയുവാൻ ഒരു കാലം, കല്ല് പെറുക്കി കൂട്ടുവാൻ ഒരു കാലം, ആലിംഗനം ചെയ്യുവാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാതിരിപ്പാൻ ഒരു കാലം, സമ്പാദിപ്പാൻ ഒരു കാലം, നഷ്ടമാവാൻ ഒരു കാലം, സൂക്ഷിച്ചു വെപ്പാൻ ഒരു കാലം, എറിഞ്ഞു കളവാൻ ഒരു കാലം, കീറുവാൻ ഒരു കാലം, തുന്നുവാൻ ഒരു കാലം, മിണ്ടാതിരിപ്പാൻ ഒരു കാലം, സംസാരിപ്പാൻ ഒരു കാലം. ഇതിപ്പോ എനിക്ക് സംസാരിപ്പാനുള്ള കാലമാണെന്ന് തോന്നുന്നു. സംസാരിപ്പാൻ ഒരു കാലം, സ്നേഹിപ്പാൻ ഒരു കാലം, ദ്വേഷിപ്പാൻ ഒരു കാലം, യുദ്ധത്തിനൊരു കാലവും സമാധാനത്തിനൊരു കാലവുമുണ്ട്. പ്രയത്നിക്കുന്നതിന് തന്റെ പ്രയത്നം കൊണ്ട് എന്ത് ലാഭം? ദൈവം മനുഷ്യർക്ക് കഷ്ടപ്പെടുവാൻ കൊടുത്തിരിക്കുന്ന കഷ്ടപ്പാട് ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ സകലവും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. എങ്കിലും ദൈവം ആദ്യോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർക്ക് കഴിവില്ല. ഇതാണ് ശലോമോൻ കണ്ടെത്തിയത്. ടൈം, കാലം. ഇത് ലോകത്തുള്ള എല്ലാ
മതങ്ങളിലും തത്വചിന്തകളിലും ഓൾമോസ്റ്റ് ഓൾ റിലീജിയസ് പീപ്പിൾ ആൻഡ് ഫിലോസഫേഴ്സ് വെയർ ആഫ്റ്റർ ദി സീക്രട്ട്. ഈ രഹസ്യത്തിൻ്റെ പിന്നാലെയാണ് നമ്മുടെ തത്വചിന്തകന്മാരും ജ്യോതിഷികളും മഹർഷിമാരും ഒക്കെ സഞ്ചരിച്ചത്. ഇതാണ് നമ്മൾ കാണുന്ന മനുഷ്യ ജീവിതം എന്ന പ്രഹേളിക. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല? അപ്പം ഈ സംഭവം ഒരു കെണി പോലെ നമ്മുടെ ജീവിതത്തിൽ ദുർവിധി എന്ന് നമ്മൾ പറയും. ആ ദുർവിധി വന്നു. ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ചിലപ്പോൾ ഒരു ദുർവിധിയുടെ പിടിയിലായിരിക്കും. അതൊരു പക്ഷേ ഒരു രോഗമായിരിക്കാം, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക തകർച്ചയായിരിക്കാം, അല്ലെങ്കിൽ ഒരു കുടുംബ തകർച്ചയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രിമിനൽ കേസിൽ പെട്ടിരിക്കുകയായിരിക്കാം, എന്തുമാട്ട്, അല്ലെങ്കിൽ ഒരു വഞ്ചനയായിരിക്കാം, ഒരു ഊരാക്കുടുക്കിലാണ്. അപ്പം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അപ്പോൾ പല ആളുകളും ഓഫർ കൊടുക്കും കേട്ടോ, ഞങ്ങൾ രക്ഷിക്കാം. അപ്പം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? വിധിയുടെ വിളയാട്ടത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? നമ്മുടെ നാട്ടിൽ സാധാരണ ഈ എന്നാണ് പറയുന്നത്, ആധുനിക പഴഞ്ചൊല്ലുണ്ട്. പഴയ പഴഞ്ചൊല്ലല്ല, ആധുനിക പഴഞ്ചൊല്ല്. ഇത് കുറേ കഴിയുമ്പോൾ അത് പഴഞ്ചൊല്ലാവും. വിധിയെ തടുക്കുവാൻ വില്ലേജ് ഓഫീസറെ കൊണ്ട് സാധിക്കുമോ ആണ് ചോദ്യം. അപ്പം നമ്മൾ അതിനെപ്പറ്റി ശരിയായി പഠിക്കുമ്പോൾ, ശരിയായി ചിന്തിക്കുമ്പോൾ സാധിക്കും എന്നാണ് അതിൻ്റെ ഉത്തരം. സാധിക്കും. നമ്മൾ ഹൈന്ദവ പുരാണങ്ങൾ നോക്കുമ്പോൾ 16-ാമത്തെ വയസ്സിൽ മരണം നിശ്ചയമായിരുന്ന മാർക്കണ്ഡേയൻ തൻ്റെ അചഞ്ചലമായ ഭക്തി കൊണ്ടും പ്രാർത്ഥന കൊണ്ടും തൻ്റെ ആയുസ് നീട്ടിയെടുക്കുന്ന ഒരു കഥ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. വളരെ പോപ്പുലറാണ്. നിങ്ങൾക്ക് ആർക്കില്ല കഥ അറിയത്തില്ലെങ്കിൽ നിങ്ങളൊരു ഇന്ത്യക്കാരനായിട്ടിരിക്കാൻ യോഗ്യനല്ല എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ദാറ്റ്സ് എ സ്റ്റോറി. അപ്പോൾ മാർക്കണ്ഡേയൻ്റെ കഥ നമുക്കറിയാം. പക്ഷെ നമ്മൾ ബൈബിളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ വിശുദ്ധന്മാരായ ആളുകൾക്ക് അങ്ങനത്തെ കഥ ഇഷ്ടമില്ല. ബൈബിളിൽ തന്നെ കഥ വേണം. ബൈബിളിലേക്ക് നോക്കുമ്പോൾ യേശയ്യായുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഹിസ്കിയാവ് എന്ന രാജാവ് താൻ മരിച്ചു പോകും എന്ന് ദൈവം തൻ്റെ പ്രവാചകനായ യെശയ്യാവിലൂടെ അറിയിക്കുന്നു. ഹിസ്കിയാവ്, നീ ഗ്രഹകാര്യങ്ങൾ ക്രമത്തിലാക്കുക, നീ മരിക്കും. പക്ഷെ ഹിസ്കിയാവിന് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ആത്മാവുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരുടെ ആത്മാവെന്ന് പറഞ്ഞാൽ എന്താണ്? മരിക്കാൻ ഞങ്ങൾക്കു മനസ്സില്ല, കരയാൻ ഞങ്ങൾക്കു മനസ്സില്ല എന്ന് പറഞ്ഞ പോലെ ഹിസ്കിയാവിന് അങ്ങോട്ട് മരിക്കാൻ മനസ്സ് വന്നില്ല. അപ്പോൾ ഈ ന്യൂസ് വന്നു കഴിഞ്ഞപ്പോൾ ഹിസ്കിയാവ് എന്ത് ചെയ്തു? ഹിസ്കിയാവ് രട്ടെടുത്തു, ഭിത്തിക്ക് നേരെ മുഖം ചേർത്ത് വെച്ചു, കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഹിസ്കിയാവിൻ്റെ ആയുസ് നീട്ടാൻ ദൈവം തീരുമാനിച്ചു. അപ്പോൾ ഹിസ്കിയാവിൻ്റെ ആയുസ് ചുമ്മാ അങ്ങ് നീട്ടിക്കഴിഞ്ഞാൽ പ്രവാചകൻ കള്ളനാവും. അതുകൊണ്ട് ആ സെയിം പ്രവാചകനോട് ദൈവം പറഞ്ഞു. അപ്പോൾ ഒരാൾ പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രവാചകനാണെങ്കിൽ ആ ദൈവത്തിൻ്റെ പ്രവാചകൻ കള്ളനായി മാറാൻ ദൈവത്തിന് ഇഷ്ടമില്ല. പ്രവചനം തെറ്റാവോ? തെറ്റാം. യെശയ്യാവിൻ്റെ പ്രവചനം തെറ്റി. യെശയ്യാവിൻ്റെ പ്രവചനം തെറ്റിയെന്ന് പറഞ്ഞാൽ മരിക്കുമെന്ന് പറഞ്ഞിട്ട് മരിച്ചില്ലല്ലോ. പക്ഷെ ആ ആയുസ് 15 വർഷം നീട്ടിയെന്നുള്ള അതേ കാര്യം ഹിസ്കിയാവിനോട് അറിയിക്കാൻ യെശയ്യാവിനെ തന്നെ ദൈവം വിട്ടു. ദൈവം ആരെയും കള്ളന്മാരൊന്നും ആക്കുന്നില്ല. ദൈവം സത്യത്തിന് സാക്ഷി നിൽക്കാനാണ് തൻ്റെ ദാസന്മാരെ എഴുന്നേൽപ്പിക്കുന്നത്, വ്യാജ പ്രചരിപ്പിക്കാനല്ല. അവിടെ നമ്മൾ കാണുന്നത് ഈ ഹിസ്കിയാവിന് ആയുസ് നീട്ടിക്കിട്ടി. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാറിപ്പോകാം, പക്ഷെ അത് ചില ആളുകൾക്കേ സംഭവിക്കുന്നുള്ളൂ. അതെന്തുകൊണ്ടാണ് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മളൊരു അതിശക്തമായ ഒരു ഭരണ സംവിധാനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ നമ്മുടെ പതിവ് ലൈവായി കാണുന്ന ഒരു പ്രേക്ഷകൻ ശാമുവൽ എൽദോ, നമ്മുടെ ഒരു സഹോദരനാണ്. അദ്ദേഹം കുറച്ച് മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞൊരു പനിയാണ്. അപ്പോൾ അവരുടെ ഏരിയയിലൊക്കെ ആ പനിയുണ്ട്, എന്തോ കണ്ണിന് അലർജിയും പനിയും എല്ലാം കൂടെ വരികയാണ്. ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞൊരു പുതിയ പകർച്ചവ്യാധി അവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുക. അപ്പം നമ്മൾ ഈ പ്രകൃതിയെ ദുർവിനിയോഗം ചെയ്യുന്നതുകൊണ്ടും ചൂഷണം ചെയ്യുന്നതുകൊണ്ടും ഉണ്ടാകുന്ന ഒരു റിറ്റാലിയേഷനാണ്. അപ്പം നമ്മൾ ആ ചെയ്യുന്നതിൻ്റെ ഒരു കോൺസിക്വൻസസ്, അനന്തര ഫലമായിട്ടാണ് ഇത് വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള കോൺസിക്വൻസസ് ഉണ്ട്, അനന്തര ഫലങ്ങൾ. അത് കാരണം ഒരു സംവിധാനം, പ്രകൃതി സംവിധാനം ഉണ്ട്. ആ സംവിധാനത്തെ ചില നിയമങ്ങളുണ്ട്, അത് വയലേറ്റ് ചെയ്യുമ്പോൾ അതിന് തിരിച്ചടികളുണ്ടാകും, കോൺസിക്വൻസ് ഉണ്ടാകും. അതുപോലെ ഈ മുഴു പ്രപഞ്ചത്തിനും ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഭരണ സംവിധാനത്തിൻ്റെ പേരാണ് ഗവൺമെൻറ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ഗവൺമെൻറ്, ദൈവത്തിൻ്റെ രാജ്യം.
അവൻ്റെ ആധിപത്യത്തിലുള്ള കാറ്റുകളും കൊടുങ്കാറ്റുകളും തൽഗോകളും ഗ്ലീതോകളും പേമാരികളും മിന്നലുകളും എന്ന് പറഞ്ഞാൽ പ്രകൃതി ശക്തികളെയും എല്ലാ സൗരവാദങ്ങളെയും എല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഇൻകോർപ്പറേറ്റ് ചെയ്ത് സകലത്തിനെയും കൊളാബറേറ്റ് ചെയ്ത് ഒരു ഗവൺമെൻറ് ഉണ്ട്. ആ ഗവൺമെൻറ്റാണ് ഗവൺമെൻറ് ഓഫ് ഗോഡ്. അപ്പോൾ എല്ലാ ജീവജാലങ്ങളും ആ ഗവൺമെൻറ് ഓഫ് ഗോഡിൻ്റെ കീഴിലാണ്. അത് ഓട്ടോമാറ്റിക്കാണ്. അപ്പം ആ ഗവൺമെൻറ് ഓഫ് ഗോഡിൻ്റെ കീഴിൽ നിൽക്കുമ്പോൾ അത് വലിയ ഇരുമ്പ് നുകം പോലെയാണ്, അതിന് മാറ്റമില്ല. അപ്പം ഇതെല്ലാം സംഭവിക്കും. ടൈം അനുസരിച്ചും സീസൺ അനുസരിച്ചും ചാൻസ് അനുസരിച്ചും ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പം അതിൽ നിന്നുള്ള വിടുതൽ, എസ്കേപ്പ് ചെയ്യുവാൻ, സ്കിപ്പ് ചെയ്യുവാൻ, അപ്പം അതിനെയാണ് ബ്ലെസ്സിങ്, ദൈവത്തിൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ ഒരു ഡെലിവറൻസ്. അപ്പം അത് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഒഴുക്കം മട്ടിലുള്ള പ്രാർത്ഥനകൾ കൊണ്ടൊന്നും അത് മാറത്തില്ല. ദൈവസിംഹാസനത്തോളം എത്തുന്ന പ്രാർത്ഥനകൾ, ഏണസ്റ്റ് പ്രയർ. അപ്പം അതേക്കുറിച്ച് നമ്മുടെ അപ്പോസ്തലനായ യാക്കോബ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. യാക്കോബ് 5:13. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ഏലിയാവ് മഴ പെയ്യാതിരിക്കാൻ പ്രാർത്ഥിച്ചു എന്ന് പഴയ നിയമത്തിൽ ഇല്ല. ഇപ്പം എല്ലാം ബൈബിളിൽ വേണമെന്ന് പറയുന്നവർ ഇതിന് ബൈബിളിൽ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. നിയമത്തിലുണ്ട്. പ്രാർത്ഥിച്ചു. ഇപ്പം ഏണസ്റ്റ് പ്രയർ, പെർസിസ്റ്റന്റ് പ്രയർ, നമ്മൾ ആ കൺസിസ്റ്റൻസി കാത്തു സൂക്ഷിച്ചാൽ നമുക്ക് വലിയ കാര്യങ്ങൾ നടക്കും. പക്ഷേ അതെങ്ങനെയുള്ള പ്രാർത്ഥന ആയിരിക്കണം? അതിശക്തവും ഫലപ്രദവുമായ പ്രാർത്ഥന. ഇത് എല്ലാ ആളുകളെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. അത് ഈ നിസ്സാര കാര്യവുമല്ല. ഇതിന് ടെക്നിക്സോ പൊടിക്കൈകളോ കുറുക്കു വഴികളോ ബൈപ്പാസ് വേകളോ ഒന്നുമില്ല. പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇറ്റ് ഈസ് സോ ഹാർഡ്. എൻ്റെ പല കാര്യങ്ങളും മുടങ്ങിക്കിടപ്പുണ്ട്. എന്നോട് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഫ്രണ്ട് ബോൾഡ്രിൻ മൈക്കിൾ, നമ്മുടെ ഒരു ഫേസ്ബുക്ക് സുഹൃത്താണ്. അപ്പം അദ്ദേഹം എന്നോട് ചോദിച്ചു, ഞാൻ എന്നെ കൊണ്ട് സാധിക്കത്തില്ല. കാരണം അപ്പം എന്നോട് ചോദിച്ചു, അച്ഛാ അത് പ്രാർത്ഥിച്ച് നടക്കും. നടക്കും, പക്ഷെ അത് പ്രാർത്ഥിക്കണമെങ്കിൽ ഞാനത്ര ഒരു പ്രാർത്ഥനാ മനുഷ്യനല്ല. നമ്മൾ സാധാരണ മനുഷ്യരാണ്. അപ്പം നമ്മളിതിനെല്ലാം വഴങ്ങി കീഴടങ്ങി പോവാണ്. ഇപ്പം നമ്മൾ ഈ സംവിധാനങ്ങൾക്കെല്ലാം കീഴടങ്ങി, അതിനെല്ലാം വഴങ്ങി, അതെല്ലാം അനുഭവിച്ച് നമ്മൾ പോവാണ്. എന്നാൽ ഇതിനു മുകളിൽ, ഇതിനെ അതിജീവിച്ച് അതിൻ്റെ മുകളിൽ പോകുന്നതാണ്. അതാണ് ഗ്രേസ് ഓഫ് ഗോഡ്. അപ്പം ഗവൺമെൻറ് ഓഫ് ഗോഡും ഉണ്ട്, ഗ്രേസ് ഓഫ് ഗോഡും ഉണ്ട്. ഗ്രേസ് ഓഫ് ഗോഡിൽ സഞ്ചരിക്കുമ്പോൾ എക്സംഷൻസ് എൻജോയ് ചെയ്യാൻ പറ്റും. എക്സംഷൻസ്. ഗ്രീൻ ചാനൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എയർപോർട്ടിൽ ചെല്ലുമ്പം എല്ലാ ആളുകളും വന്നിട്ട് ഈ പെട്ടിയൊക്കെ പരിശോധിച്ച് ഇങ്ങനെ, അപ്പോൾ ഗ്രീൻ ചാനൽ എന്ന് പറഞ്ഞാൽ പെട്ടിയൊന്നും പരിശോധിക്കണ്ട, ഇങ്ങനെ അങ്ങ് പോകാം. അങ്ങനെ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ ചുമ്മാ നമ്മൾ അങ്ങനെ ഉണ്ടെന്ന് അസ്യൂം ചെയ്ത് പോവല്ല. അപ്പം അത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ബൈപ്പാസ് ചെയ്യാൻ പറ്റും. അപ്പം അത് പ്രാർത്ഥനയാണ്, അതിശക്തമായ പ്രാർത്ഥനയാണ്. അത് സാധാരണ പ്രാർത്ഥന കൊണ്ട് നടക്കത്തില്ല. പിന്നെ ഹീലിങ്ങിനെ പറ്റി യാക്കോബ് പറയുന്നത്, നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ കശീശമാരെ വരുത്തട്ടെ,
അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടു ഒരു പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. ഒരാൾക്ക് അസുഖം വന്നാൽ ആ ആളെ സഭയിലെ കശീശാമാരെ വിളിച്ച് എണ്ണ പൂശി പ്രാർത്ഥിച്ചാൽ സൗഖ്യമാകും. എണ്ണ പൂശി പ്രാർത്ഥിച്ചാൽ സൗഖ്യമാകും. നമ്മുടെ ഈ സുറിയാനി സഭയിലൊക്കെ ഈ എണ്ണ പൂശി പ്രാർത്ഥിക്കാൻ ചാകാൻ നേരത്താണ് തൈലാഭിഷേകം എന്ന് പറയും. തൈലാഭിഷേകം കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൂട്ടം നെല്ലുവിളിയാണ്. പെമ്മക്കളുടെയൊക്കെ വീട്ടിൽ തൈലാഭിഷേകം കൊടുത്തു പറഞ്ഞു കാറിക്കൊണ്ടൊക്കെ ഓടുന്നു ഞാൻ ഓർക്കുന്നുണ്ട്. എന്നാൽ ഞാൻ അത് ലാസ്റ്റ് ഘട്ടത്തിൽ കൊടുക്കുന്നത് അതൊരു തെറ്റിദ്ധാരണയാണ്. അസുഖം വരുന്ന ആളുകളെല്ലാം തൈലാഭിഷേകം സ്വീകരിക്കണം. തൈലാഭിഷേകം ചാകാൻ വേണ്ടിയുള്ളൊരു കൂതാശയല്ല, അത് സൗഖ്യമാക്കാനുള്ളതാണ്. അത് സഭയുടെ മുഴുവൻ അധികാരവും ആ ഒരു കൂതാശയിലുണ്ട്, അത് സൗഖ്യമാക്കും. എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് ഗോഡ് പോലെ തന്നെ ചർച്ചിൻ്റെ അതോറിറ്റി ഉണ്ട്. ആ ചർച്ചിൻ്റെ അതോറിറ്റി എക്സർസൈസ് ചെയ്യുമ്പോൾ ഇവിടെ ഈ ബാർ ഇങ്ങനെ പൊക്കിക്കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ എക്സംഷൻസ് വരികയാണ്. അവിടെ ഗ്രേസ് ഓഫ് ഗോഡ് എൻജോയ് ചെയ്യപ്പെടുന്നു, ആളുകൾ സൗഖ്യമാകുന്നു. ഇതാണ് പ്രോസസ്സ്. ഇതൊക്കെ ഏർലി ചർച്ചിൽ എക്സർസൈസ് ചെയ്തിരുന്നതാണ്. പക്ഷേ കാലത്തിൻ്റെ നീക്കം വന്നപ്പോൾ നമുക്ക് ആ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു. പ്രൊട്ടസ്റ്റന്റ് സഭകളിൽ മിക്ക സഭകളിൽ അങ്ങനെ ഒരു ശുശ്രൂഷ തന്നെ ഇല്ല. ചുരുക്കം ചില ആളുകൾ ഈ ന്യൂ ജനറേഷൻ ചർച്ചക്കാർ ചിലർ പോയി എണ്ണ പൂശാറുണ്ട്. പക്ഷെ അവർക്കും ഇത് വിശ്വാസമില്ല. അപ്പം ഇതെന്ന് പറഞ്ഞാൽ സഭയുടെ അധികാരമുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് എഫേസ്യർ ലേഖനത്തിൽ പറയണം ആ അധികാരം തൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് നൽകിയിരിക്കുന്നു. അപ്പം തൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് ക്രിസ്തു നൽകിയിരിക്കുന്ന അധികാരം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവുമാണ്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ നാമത്തിൽ അവിടെ എണ്ണ പൂശട്ടെ എന്ന് പറഞ്ഞു. യേശു കർത്താവ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന അധികാരത്തിലാണ്. ആ അധികാരത്തിൽ ചെന്ന് അവിടെ എണ്ണ പൂശുമ്പോൾ ഈ പറഞ്ഞ ഗവൺമെൻറ് ഓഫ് ഗോഡിൻ്റെ ആ നുഖത്തിൻ്റെ ശക്തി അവിടെ മാറിയിട്ട് ഈ ആളിലേക്ക് ഗ്രേസ് ഓഫ് ഗോഡ് വരും, അയാൾ സൗഖ്യം. ഇപ്പം രണ്ട് കാര്യമാണ് ഞാൻ പറഞ്ഞു. നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഡെലിവറൻസ് ആവശ്യമാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. വേറൊരാളും പ്രാർത്ഥിച്ച് ഈ കൊട്ടേഷൻകാരൊന്നും പ്രാർത്ഥിച്ചാൽ ശരിയാവത്തില്ല. ഈ പ്രാർത്ഥിക്കാൻ ഏൽക്കുന്ന ആളുകളുണ്ട് ധാരാളമായിട്ട്. അവരിങ്ങനെ ഏറ്റുകൊണ്ടിരിക്കും. നിങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അത് ചെയ്യുക, ഇപ്പം ചെയ്യുക, അത് കുറച്ച് പ്രോമിസുകളും കുറേ എൻകറേജ്മെൻറ്റ് വേർഡ്സും എല്ലാം അവർ പറയും. അടുത്ത ഫോൺ വരുമ്പോൾ അവരോടും പറയും ഇവരോടും പറയും. ഒരു ദിവസം ഒരു 100 പ്രാർത്ഥനാ വിഷയം വരികയാണെങ്കിൽ ഉറപ്പായിട്ടും 40 കാര്യങ്ങൾ നടക്കും. നമ്മൾ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലല്ലോ, അതൊരു പ്രോബബിലിറ്റി തിയറിയാണ്. അപ്പം ഞാനൊരു ഇൻ്റർനാഷണൽ പ്രാർത്ഥനാ വീരനായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. അപ്പം എനിക്ക് 100 പേര് പറഞ്ഞു 40 എണ്ണം നടന്നു. 40 പേരിൽ നിന്ന് എനിക്ക് സ്വത്രാഴ്ച കിട്ടുകയാണ്. അത് മതിയല്ലോ. ഒരു മാസം 1200 പേരെ ഞാൻ പ്രാർത്ഥിച്ച് രക്ഷിച്ചു. ഈ 1200 പേര് പ്രചരിപ്പിക്കും. അങ്ങനെ ഞാനൊരു ഹീറോ ആയി മാറും. നിങ്ങൾക്കും ട്രൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കൊക്കെ ഫേസ്ബുക്ക് അക്കൗണ്ടില്ലേ, നിങ്ങൾ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും. 2 പേര് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഇൻബോക്സിൽ ചോദിച്ചാൽ നല്ല പേര് ഞാൻ പറഞ്ഞുതരാം. ബറാക്ക പ്രയർ മിനിസ്ട്രി, ബഥേൽ പ്രയർ മിനിസ്ട്രി, അങ്ങനെയൊക്കെ തുടങ്ങിയാൽ മതി. അപ്പം ഇതാണ് നിങ്ങളുടെ ഒരു വിഷയമുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇറ്റ് ഈസ് വെരി ഹാർഡ്, അല്ല ഈസി അല്ല. പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രയാസമുള്ള കാര്യം. പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങളൊരു ക്രിമിനൽ കേസിൽ പെട്ട് പിടികിട്ടാ പുള്ളിയോ എന്തെങ്കിലും ആയെന്ന് വെച്ചു. ഇപ്പം നിങ്ങൾക്ക് സംസ്ഥാന മുഖ്യമന്ത്രിയെ പരിചയമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി കയറിയാൽ നിങ്ങൾ രക്ഷപ്പെടും എന്ന് വിചാരിക്കുക. നിങ്ങളെ ദേശം മുഴുവൻ പോലീസ് വലവിരിച്ചിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ കോടതി കീഴടങ്ങാൻ തീരുമാനിച്ചിരിക്കുക. നിങ്ങൾ കോടതി കീഴടങ്ങുന്നതിന് മുമ്പ് നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങൾ എത്ര പ്രയാസമായിരിക്കും നിങ്ങൾ പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ച് കോടതി ചെന്ന് കീഴടങ്ങുക എന്നുള്ളൂ. അതുപോലത്തെ ഒരു പ്രോസസ്സാണ് ഈ പ്രാർത്ഥന. മനസ്സിലായോ? നിങ്ങൾ പെട്ടുകഴിഞ്ഞാൽ നിങ്ങളെ പെടുത്താനും പിടിച്ചു താക്കാനും ഒക്കെ ആത്മലോകത്തെ ശക്തികൾ സജീവമായിട്ട് കാണും. ആണ് പൗലോസ് പറഞ്ഞത്, ഞങ്ങൾക്ക് പോരാട്ടമുള്ളത് വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും ദുഷ്ടാത്മ സൈന്യങ്ങളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സൈന്യത്തോടുമാണ്. അപ്പം വാഴ്ചകളും അധികാരങ്ങളും അന്ധകാരത്തിൻ്റെ ലോകാധിപതികളും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സൈന്യങ്ങളും നമ്മളെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ചേസ് ചെയ്തുകൊണ്ടിരിക്കും, ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കും.
ആ ചേസിങ് ഒഴിഞ്ഞ് ബ്ലോക്ക് മാറ്റി നമ്മൾ ദൈവസിംഹാസനത്തിൽ എത്തുന്ന പ്രാർത്ഥനകളെ അർപ്പിക്കുക. അവിടെ ആ പ്രാർത്ഥന അർപ്പിക്കുന്ന ആ പ്രോസസ്സ് ഇറ്റ് വിൽ ബി മോർ ഈസി ഇഫ് ഇറ്റ് ഈസ് അലോങ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഏഞ്ചൽസ്. മാലാഖമാരുടെ സഹായത്തോടെ, വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകളോടുകൂടെ അവരുടെ സ്വർഗീയമായിരിക്കുന്ന മാധ്യസ്ഥതകളോടുകൂടെ നമ്മുടെ പ്രാർത്ഥനകൾ കൂടുതൽ ഫലവത്തായിത്തീരും. അതുകൊണ്ടാണ് പുരാതന സഭകൾ വാങ്ങിപ്പോയ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകളിൽ അഭയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇതൊരു തമാശല്ല. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി തിയറിയാണ്. ജസ്റ്റ് അത് ഈ യുക്തിവാദികൾ നിരീശ്വരവാദികൾ പറയുന്ന പോലെ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലേലും ഇത്ര ശതമാനം ആളുകൾ ജയിക്കും, ഇത്ര ശതമാനം ആളുകൾക്ക് അത് കിട്ടും, ഇത് കിട്ടും, അതൊക്കെ തന്നെ കിട്ടുന്നു. അതിനുപരിയായിട്ട് കൺസിഡറബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച്, ഗുണപരമായ ഒരു മാറ്റം, വ്യക്തമായ ഒരു മാറ്റം വരണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ശക്തിയുള്ളതായിരിക്കണം. ശക്തിയുള്ളത് അത് എളുപ്പമല്ല, നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് നമ്മളെ ഈ സ്വർഗീയരായ ആളുകൾ സഹായിക്കും. ഞാൻ പറഞ്ഞ പോലെ ചർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിസിബിൾ വേൾഡിൽ മാത്രം നിൽക്കുന്ന ചർച്ചല്ല. അങ്ങനെയുള്ള ഒരു ചർച്ചിന് സഹായിക്കാൻ കഴിയത്തില്ല. ഈ വിസിബിൾ വേൾഡിൽ മാത്രം നിൽക്കുന്ന, ഇങ്ങനെ കാണുന്ന ആ ചർച്ച്, ദാറ്റ് ഈസ് ജസ്റ്റ് ആൻ ഓർഗനൈസേഷൻ. അങ്ങനെയുള്ള ഒരു സംഘടനയ്ക്ക് നിങ്ങളുടെ ആത്മീയ വിഷയങ്ങളിൽ നിങ്ങളെ സഹായിക്കാൻ കഴിയത്തില്ല. എന്നാൽ ഈ വിസിബിൾ വേൾഡിൽ മാത്രമല്ല, ഇൻവിസിബിൾ വേൾഡിലേക്ക് ഈ 2019 മാത്രമല്ല, 2019 നിന്ന് പുറകോട്ട് 100 വർഷങ്ങൾ പുറകോട്ട് പോയാൽ, 2000 വർഷങ്ങൾ പുറകോട്ട് പോയാൽ അങ്ങ് പോയി ഇത് എൻ്റെ ശരീരം എന്ന് പറഞ്ഞ് യേശു കർത്താവ് ആ അപ്പക്കണ്ണം പാനപാത്രത്തിൽ മുക്കി കൊടുക്കുമ്പോൾ അത് വാങ്ങിയ ആ മുറി വരെ കണക്ട് ചെയ്ത് നിൽക്കുന്ന സഭ, ആ സഭ വിസിബിൾ വേൾഡിലും ഇൻവിസിബിൾ വേൾഡിലും പരന്നു കിടക്കുന്ന സഭ, ആ സഭയ്ക്ക് നമ്മെ സഹായിക്കാൻ പറ്റും. ആ സഭയ്ക്ക് ഞാൻ എൻ്റെ മെസ്സേജ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ടെസ്റ്റിമണിയും കൂടെ പറയാം. ഇവിടെ ഒരു സഹോദരി പറഞ്ഞൊരു ടെസ്റ്റിമണിയാണ് നമ്മുടെ ലൈവിൽ ആക്റ്റീവായിട്ട് വരുന്നത്. അവരുടെ ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഇറ്റ്സ് എ ലീഗൽ കോംപ്ലിക്കേഷൻ ആയിരുന്നു. വളരെ ഇറ്റ് വാസ് വെരി ഹാർഡ് ടു സോൾവ്. അത് ലീഗൽ വ്യായാലും ഒക്കെ സോൾവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. പെന്തക്കോസ്തുകാരി ഒരുപാട് ആളുകൾ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ലൈനായിട്ട് ആളുകൾ പ്രാർത്ഥിക്കാൻ വരും. ശാസിച്ചു, ഭത്സിച്ചു, പ്രവാചകന്മാർ വന്നു, പ്രവചിച്ചു, പല കാര്യങ്ങൾ നടന്നു. അവരുടെ കാര്യങ്ങളൊന്നും നടന്നില്ല. അവർ വളരെ ഭാരപ്പെട്ടിരിക്കുകയാണ്. 9 മാസം ഇവർ വന്ന് ശാസിച്ചിട്ടും ഒന്നും നടന്നില്ല. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ അവർ നമ്മുടെ ഈ ലൈവ് വന്ന് കണ്ടു. അപ്പം ലൈവിൽ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്തില്ല. ജസ്റ്റ് എന്തോ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരത് കേട്ടപ്പോൾ ത്രിയേകത്വ ആരാധന ആണ് ശരിയെന്നും അത് ഇന്നപോലെ സുറിയാനി സഭകളിലാണ് ഉള്ളതെന്നും കേട്ടപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇവർ 20 വർഷമായി പെന്തക്കോസ്ത് വിശ്വാസം നിൽക്കുന്ന അവർ പോയി തൊട്ടടുത്തുള്ള ഒരു യാക്കോബായ പള്ളിയിൽ പോയി ഇരുന്ന് പ്രാർത്ഥിച്ചു. അവിടെ ആരും ഇല്ലായിരുന്നു. പള്ളിയിൽ പോയി ഇരുന്ന് പ്രാർത്ഥിച്ചു. അവർ പറഞ്ഞു, ഇതാണ് സത്യമെങ്കിൽ എന്നെ വിടുവിക്കണം ഈ വിഷയത്തിൽ നിന്ന്. പിറ്റേ ദിവസം അവരുടെ പ്രശ്നം കംപ്ലീറ്റ് സോൾവ് ചെയ്തു. ഞാനത് കെട്ടുകഥ പറയുന്നതല്ല. ഇനിയിപ്പം നിങ്ങളെല്ലാം യാക്കോബായ പള്ളിയിൽ പോയി നിങ്ങളെല്ലാം കാര്യം നടക്കുമെന്ന് ഞാൻ ഗ്യാരണ്ടി ഒന്നും പറയുന്നില്ല. അങ്ങനെയുള്ള പ്രചരണങ്ങളില്ല. അവരൊരു ടെസ്റ്റിമണി എൻ്റെ ഇൻബോക്സിൽ തന്നുകൊണ്ട് ഞാനത് പറഞ്ഞാണ്. ഞാൻ പറഞ്ഞത് ഈ ചർച്ച് എന്ന് പറഞ്ഞാൽ, ഈ ചർച്ച എന്ന് പറഞ്ഞതാണ് ട്രൂ ചർച്ച്, എല്ലാവരുടെയും ചർച്ച അതാണ്. അങ്ങനെയല്ലാതെ ഈ കാലഘട്ടത്തിലേക്ക് മാത്രമുള്ള ഒരു ഓർഗനൈസേഷൻ ചർച്ച അല്ല. ദാറ്റ് cannot be the church of Jesus Christ. യേശുക്രിസ്തുവിന്റെ സഭ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു മൂലം സ്ഥാപിക്കപ്പെട്ട യേശുക്രിസ്തു മുതൽ ഇങ്ങോട്ട് മുഴുവൻ കണക്ട് ചെയ്യപ്പെട്ട് നിൽക്കുന്ന ദൃശ്യ അദൃശ്യ മണ്ഡലങ്ങളിൽ പരന്നു കിടക്കുന്ന, ഈ നൂറ്റാണ്ടുകളിലൂടെ
പരന്നു കിടക്കുന്ന ആ സഭയാണ് യഥാർത്ഥ സഭ. ആ സഭയ്ക്ക് മാത്രമേ നമ്മുടെ ജീവിതത്തെ എന്തെങ്കിലും ചെയ്യാൻ കഴിയത്തുള്ളൂ. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പം കണ്ണൂർ പ്രദേശങ്ങളിലൊക്കെ നമ്മുടെ ഇപ്പോൾ പെന്തക്കോസ്ത് സഭയിൽ കല്യാണം വന്നു കഴിഞ്ഞാൽ പെന്തക്കോസ്തുകാർ ചെല്ലുന്നു, സ്വോത്രം ഹാലരിയ എന്നൊക്കെ വെക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഉണ്ട് ഈ ഫേസ്ബുക്കിൽ, കണ്ണൂരുള്ളൊരു കല്യാണത്തിൻ്റെ തലേദിവസം പാർട്ടിക്കാരെല്ലാം ചെല്ലുന്നു. പാർട്ടി വനിതാ വോളണ്ടിയേഴ്സ് വെള്ള ചുരിദാർ ചുവന്ന ഷാളും ഒക്കെ ഇട്ട് ചെങ്കൊടി പിടിച്ച് പ്രത്യേക ഡിസ്പ്ലേ ചെയ്യുന്നു. അവരുടെ പന്തലിൽ കടന്ന് വിപ്ലവ ഗാനങ്ങളൊക്കെ പാടി ഡാൻസ് ചെയ്യുന്നു. അവിടെ കല്യാണം അങ്ങനെയാണ്. അപ്പം ദാറ്റ്സ് ഗുഡ്. കാരണം അവരൊരു സോഷ്യൽ ലൈഫാണ്, സോഷ്യൽ സപ്പോർട്ട്. അതിലുപരിയായിട്ടൊന്നും ഇവിടെ ഈ പറയുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ നിന്ന് ലഭിക്കുന്നില്ല. അപ്പം നമ്മളതെല്ലാം ദൈവികമാണെന്ന് ചിന്തിക്കുന്നതാണ്, തെറ്റിദ്ധരിക്കുന്നതാണ്. ദൈവിക സഹായം അതല്ല, ഡിവൈൻ സഹായം എന്ന് പറഞ്ഞാൽ അതല്ല, അത് സൂപ്പർ നാച്ചുറൽ ഹെൽപ്പായിരിക്കും. ആ സൂപ്പർ നാച്ചുറൽ ഹെൽപ്പ് തരാൻ കഴിയുന്നത് ഈ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ചർച്ചിന് മാത്രമായിരിക്കും. അല്ലാതെ ഈ നാച്ചുറൽ റലത്തിൽ മാത്രം, ഈ ടൈം ഫ്രെയിമിൽ മാത്രം നിൽക്കുന്ന ഒരു സഭയ്ക്ക് അങ്ങനെ നമ്മളെ സഹായിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് എൻകോംപാസ് ചെയ്ത് നിൽക്കുന്ന ചർച്ച്. ഞാനിത് പറയുന്ന സമയത്ത് ഞാൻ നിങ്ങളെല്ലാം നിരാശപ്പെടുത്തി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് അങ്ങനെയല്ല. ഈ ന്യൂ ജനറേഷൻ ചർച്ചുകൾ, അതിലുള്ള ധാരാളം ആളുകൾ എന്നെ വിളിക്കുകയും എന്നെ സംസാരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. പെന്തക്കോസ്തിൽപ്പെട്ട ചില ആളുകളും വിളിക്കാറുണ്ട്. ആത്മീകമായി കണ്ണുകൾ തുറക്കപ്പെട്ട ആളുകൾ. ഞാൻ ഈ പറയുന്ന സന്ദേശങ്ങൾ അവൾ വളരെ സന്തോഷത്തോടെയാണ് അവർ കേൾക്കുന്നത്. ഞാൻ ഓരോ മെസ്സേജും കഴിയുമ്പോൾ എന്നെ വിളിക്കുന്നവരുണ്ട്, വിളിച്ച് വളരെ ആവേശത്തോടെ സംസാരിക്കുന്നവരുണ്ട്. അവർ ആത്മീകരാണ്. ഇത് പെന്തക്കോസ്ത് സഭകളിൽപ്പെട്ടവരുണ്ട്, ന്യൂ ജനറേഷൻ സഭകളിലുള്ളവരുണ്ട്. അവർ വിളിച്ച് വളരെ ആവേശത്തോടെ അവർ പറയും, ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നേരത്തെ വെളിപ്പെട്ടിട്ടുള്ളതാണ്. അതുതന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കുറേ കൂടെ പോയിന്റ്സ് ആഡ് ചെയ്ത് അവർ എന്നോട് പറയാറുണ്ട്. അവർ ഇത് പഠിച്ചതോ അവരറിഞ്ഞതോ ഒന്നുമല്ല, അവർക്ക് ആത്മാവിൽ അറിയാവുന്ന കാര്യങ്ങൾ, ദർശനങ്ങളിൽ, ആത്മമണ്ഡലങ്ങളിൽ കാഴ്ചകൾ കണ്ടിട്ടുള്ളവർ, അവരൊക്കെ സംസാരിക്കാറുണ്ട്. ഞാനതുകൊണ്ട് ഈ പറയുന്ന സമയത്ത് ഞാൻ മുഴുവൻ പെന്തക്കോസ്തുകാരെയും അങ്ങ് നരകക്കുഴിയിലോട്ട് തള്ളിവിട്ടെന്നോ നിരാകരിച്ചെന്നോ അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. ഞാൻ ആരെയും നിരാകരിച്ചിട്ടില്ല, ആരെയും തള്ളിക്കളഞ്ഞിട്ടില്ല. ഒരു കാര്യം മാത്രമാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ ഒരു കാര്യം മാത്രം കൊരിന്ത്യക്കാർക്ക് എഴുതുമ്പോൾ പറയുന്നുണ്ട്: പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശങ്ങൾ കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമായി തോന്നുന്നു. ആത്മീകനായവന് ഇത് ഗ്രഹിക്കാൻ കഴിയും. ഇത് ആത്മീകരായവർക്ക് വേണ്ടി ആത്മീക രഹസ്യങ്ങൾ ഞങ്ങൾ പങ്കുവെക്കുന്നു എന്നാണ് പൗലോസ് പറഞ്ഞത്. സോ ദീസ് ആർ സ്പിരിച്വൽ ട്രൂത്ത്സ്, സ്പിരിച്വൽ റിയാലിറ്റീസ്. സ്പിരിച്വൽ പീപ്പിൾ എൻജോയ് ദിസ്. ആത്മീകർ ഇത് സന്തോഷിക്കുന്നു, ആത്മീകർ ഇത് വിവേചിച്ചറിയുന്നു, ആത്മീകർ ഇതിൽ പുകഴുന്നു. ഇതിനകത്ത് സഭാവിഭാഗ വ്യത്യാസങ്ങളൊന്നുമില്ല. ഞാൻ ജനറൽ ടെർമിനോളജിയിൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും എന്നെ കേൾക്കുന്ന ആളുകൾ ക്ഷമിക്കുക, ഇത് പേഴ്സണലാണ്. സോ ഡെസ്റ്റിനി ജനറലി ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് ടൈം ആൻഡ് ചാൻസ്, ബട്ട് ഫോർ എക്സെപ്ഷണൽ പീപ്പിൾ, ചില ആളുകൾക്ക് വേണമെങ്കിൽ അത് ചില ആളുകൾക്ക് വേണമെങ്കിൽ അത് മാറ്റർ ഓഫ് ചോയ്സ് ആക്കി മാറ്റാം. നിങ്ങളുടെ ഡെസ്റ്റിനി ടൈം ആൻഡ് ചാൻസ് ആണോ? വിധിക്ക് കീഴടങ്ങി ജീവിക്കുക, അതാണ് ടൈം ആൻഡ് ചാൻസ് എന്ന് പറഞ്ഞാൽ. മൈ ഡെസ്റ്റിനി ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം ആൻഡ് ചാൻസ്. വരുന്നതെല്ലാം വരട്ടെന്നല്ലാതെ എനിക്ക് പാടില്ല. ടൈം ആൻഡ് ചാൻസ്, അതാണ് ശലോമോൻ പറഞ്ഞത്. പക്ഷേ സ്പിരിച്വൽസ് ക്യാൻ ടേൺ ദാറ്റ് ഡെസ്റ്റിനി ഇൻ ടു എ മാറ്റർ ഓഫ് ചോയ്സ്. That will happen in the name of Father, Son and Holy Spirit, with the fellowship of, in the communion of the saints, with the authority of the church, with the help of holy angels. വിശുദ്ധ ദൂതന്മാരുടെ സഹായത്തോടെ, വിശുദ്ധന്മാരുടെ സംസർഗത്തോടെ, സഭയുടെ അധികാരത്തോടെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഡെസ്റ്റിനിയെ
നമ്മുടെ ഒരു തിരഞ്ഞെടുപ്പാക്കി മാറ്റുവാൻ കഴിയും. അങ്ങനെ നിങ്ങളുടെ ഡെസ്റ്റിനിയെ തിരഞ്ഞെടുപ്പാക്കി മാറ്റുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഡെസ്റ്റിനി ഈസ് നോ ലോങ്ങർ എ മാറ്റർ ഓഫ് ടൈം ആൻഡ് ചാൻസ്, ബട്ട് ഇറ്റ് ക്യാൻ ബി എ മാറ്റർ ഓഫ് ചോയ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. May God bless you. Liju Thomas, thank you. May God bless you.